മാതാജിമാരൊക്കെ നിൽക്കണ്ടേ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മുടെ ഗീതാ ക്ലാസ്സിലേക്ക് എല്ലാ മാതാജിമാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോണത് ഭഗവത്ഗീത 1-ാം അധ്യായത്തിൽ അധ്യായം 1-ന്റെ പേരെന്താ? കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം, അതായത് അർജുന വിഷാദ യോഗം അല്ലേ. അപ്പം ആദ്യം തന്നെ ഇതിൽ ധൃതരാഷ്ട്രം സഞ്ജയനും തമ്മിലുള്ള സംവാദമാണ് ഗീത അല്ലേ. അപ്പോൾ ഭാഗവതം എന്ന് പറയുന്നത് പരിശുദ്ധ മഹാരാജാവും ശുഗമഹർഷിയും തമ്മിലുള്ള സംവാദം അല്ലേ. അതുപോലെ ഗീത ആരാണ്? ധൃതരാഷ്ട്രം സഞ്ജയൻ. അതിന് ശേഷമാണ് പിന്നെ ഭഗവാനും അർജുനും തമ്മിലുള്ള സംഭാഷണമൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകം നോക്കാം. ധൃതരാഷ്ട്ര ഉവാച. വായിക്കാൻ പറ്റുമോ? ഒപ്പം വായിക്കാൻ പറ്റുമോ? ഞാൻ ഏറ്റു പറഞ്ഞാൽ മതി. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവദ സഞ്ജയ. അപ്പോൾ എല്ലാവരുടെയും ബുക്കുണ്ടെങ്കിൽ വായിച്ചോളൂ, ഓരോരുത്തർ വായിച്ചോളൂ ശ്ലോകം. ധർമ്മക്ഷേത്ര ഹരേ കൃഷ്ണ. അടുത്ത ആള് എല്ലാവരും ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമു കുർവദ സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവദ സഞ്ജയ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവദ സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവശ്ചൈവ കിമകുർവദ സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവശ്ചൈവ കിമകുർവദ സഞ്ജയ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവദ സഞ്ജയ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദോയുത്സവ മാമകാ പാണ്ഡവശ്ചൈവ കിമകുർവദ സഞ്ജയ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവദ സഞ്ജയ. ഹരേ കൃഷ്ണ. അപ്പോൾ ഒന്ന് ക്ലാസ് പറയുന്നതിന് മുമ്പ് ഗുരുവിനെ വന്ദിക്കുന്നുണ്ട് കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഓം നമോ ഭഗവതേ വാസുദേവായ.
നാരായണം നമസ്കൃത്യ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ നമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച വാഞ്ചാകൽപതരൂപേശ കൃപാസിന്ധുഭ്യ ഏവ ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ പതിതാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമ ഓം വിഷ്ണുപാദായ നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ കൃഷ്ണപ്രേക്ഷായ ഭൂതലേ ശ്രീമദേ ജയപതാക ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനേ സ്വാമിൻ ഇതി നാമിനേ. നമ ആചാര്യപാദായ നമ ആചാര്യപാദായ നിതായ കൃപപ്രദായിനേ കൃപാപദായിനേ ഗൗരഗദാദാമധായ ഗൗരഗദാദാമദായ നഗരഗ്രാമതാരിണേ നഗരഗ്രാമദാരിണേ. നമ ഓം വിഷ്ണുപാദായ നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ കൃഷ്ണപ്രേക്ഷായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ പാശ്ചാത്യദേവതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. രാമ രാമ ഹരേ ഹരേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജയപതാക സ്വാമി എന്ന് പറഞ്ഞ എൻ്റെ ഗുരുദേവനാണ്, ദീക്ഷ തന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ഇവിടെ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് എന്ന് പറഞ്ഞത് കേട്ടോ. അതാണ് ഗുരുവന്ദനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വായിച്ചല്ലോ അല്ലേ, ശ്ലോകം എല്ലാവരും വായിച്ചു. ഇനി നമുക്ക് അതിൻ്റെ അർത്ഥം പഠിക്കാം. ധൃതരാഷ്ട്ര പറഞ്ഞു കഴിഞ്ഞാൽ ധൃതരാഷ്ട്ര എല്ലാവരും പറഞ്ഞോ. ധൃതരാഷ്ട്ര രാജാവ് ഉവാച പറഞ്ഞു, സഞ്ജയ ഹേ സഞ്ജയ, ധർമ്മക്ഷേത്രേ തീർത്ഥാടന സ്ഥലമായ കുരുക്ഷേത്രേ കുരുക്ഷേത്രമെന്ന സ്ഥലത്ത് സമവേദ ഒന്നിച്ചുകൂടിയവരും യുയുത്സവ യുദ്ധോത്സുകരുമായ മാമക എൻ്റെ മക്കളും പാണ്ഡവ ച ഏവ പാണ്ഡവന്മാരും കിം എന്ത് അകുർവത ചെയ്തു. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്തു? ഇതാണ് ചോദ്യം. ധൃതരാഷ്ട്ര രാജാവിൻ്റെ ചോദ്യമാണ് അല്ലേ. ഇതിൻ്റെ ഭാവാർത്ഥം പ്രഭുപാദ് ഇത് ഞാൻ ഒന്ന് വായിക്കാം. അനേക ലക്ഷം പേർ പാരായണം ചെയ്തു പോരുന്ന വൈദിക ശാസ്ത്രമാണ് ഭഗവത്ഗീത. അതിൻ്റെ രത്ന ചുരുക്കമായ ഗീതാ മഹാത്മ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: കൃഷ്ണഭക്തനായ ഒരാളുടെ സഹായത്തോടെയും സ്വാർത്ഥ പ്രചോദനങ്ങളൊന്നുമില്ലാതെയും സനിഷ്കർഷം വായിക്കേണ്ടതാണ് ഭഗവത്ഗീത.
ഭഗവത്ഗീതയെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള വഴി അതിൽ തന്നെയുണ്ട്. ഭഗവാനിൽ നിന്ന് തന്നെ ആ ഉപദേശം കേട്ട് ഗ്രഹിച്ച അർജുനന്റെ വഴി. ശിഷ്യ പരമ്പരയിലൂടെ പോന്ന ആ പദ്ധതി അനുസരിച്ച് യാതൊരു സ്വദേശീയ വ്യാഖ്യാനവും കൂടാതെ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായ ആൾ ലോകത്തിലെ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പഠനത്താലും നേടാവുന്നതിലധികം ജ്ഞാനം ഉൾക്കൊള്ളുന്നു. മറ്റ് ആധ്യാത്മിക കൃതികളിലുള്ളതെല്ലാം ഗീതയിലുണ്ട്. മറ്റൊന്നിലും കാണാത്തതും വായനക്കാർക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയും. അതാണ് ഭഗവത്ഗീതയുടെ വൈശിഷ്ട്യം. ഈ ആധ്യാത്മിക ശാസ്ത്രം പരിപൂർണമാണ്. എന്തെന്നാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് അരുളി ചെയ്തതാണിത്. മഹാഭാരതത്തിൽ വിവരിക്കുന്ന സഞ്ജയനും ധൃതരാഷ്ട്രമായുള്ള സംവാദമാണ് ഈ തത്വശാസ്ത്രത്തിന് അടിത്തറയായി വർത്തിക്കുന്നത്. കുരുക്ഷേത്രത്തിലെ പോർ നിലത്ത് വെച്ചാണ് ഇതിൻ്റെ ഉൽപ്പത്തിയെന്ന് നമുക്കറിയാം. സ്മരണാതീത കാലം, വൈദിക കാലം മുതൽക്കേ തീർത്ഥാടകരുടെ ഒരു പുണ്യസ്ഥലമായിരുന്നു അത്. മനുഷ്യവർഗത്തിന് വഴികാട്ടുവാനായിട്ട് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച കാലത്ത് ചെയ്ത ഉപദേശമാണ് ഗീത. ഇവിടെ ധർമ്മക്ഷേത്രെ ആധ്യാത്മിക ക്രിയകൾ ചെയ്യുന്ന സ്ഥലം എന്ന വാക്ക് ഏറ്റവും സാരവത്താണ്. എന്തെന്നാൽ കുരുക്ഷേത്ര യുദ്ധാങ്കണത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ അർജുനന്റെ ഭാഗത്താണല്ലോ. കൗരവന്മാരുടെ അച്ഛനായ ധൃതരാഷ്ട്രക്ക് സ്വന്തം മക്കളുടെ വിജയത്തെക്കുറിച്ച് അതിയായ സന്ദേഹമുണ്ട്. അദ്ദേഹം കാര്യസ്ഥനായ സഞ്ജയനോട് ചോദിക്കുന്നു, അവർ എന്തു ചെയ്തു എന്ന്. തൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും തമ്മിൽ യുദ്ധം ചെയ്യാനുള്ള ദൃഢനിശ്ചയത്തോടെ പോർ നിലത്തെത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിരുന്നാലും ഈ അന്വേഷണം അർത്ഥവത്താണ്. രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ടാവണമെന്ന് ധൃതരാഷ്ട്ര ആഗ്രഹിച്ചില്ല. തൻ്റെ മക്കളുടെ ഭാവിയെപ്പറ്റി അദ്ദേഹം ഉത്കണ്ഠിതനായിരുന്നു. വേദങ്ങളിൽ ദേവന്മാർക്ക് പോലും ഒരു ആരാധനാ സ്ഥലമായി പറയപ്പെട്ടിട്ടുള്ള കുരുക്ഷേത്രമാണ് പോർ നിലമായി എടുത്തിട്ടുള്ളത്. ആ പാവന സ്ഥലത്തിൻ്റെ സ്വാധീന ശക്തി യുദ്ധത്തെ എങ്ങോട്ടെത്തിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ആ സ്വാധീന ശക്തി അർജുനനും പാണ്ഡുപുത്രന്മാർക്കും സഹായകമായി. കാരണം അവർ സ്വഭാവേന ഗുണശാലികളാണ്. ഈ വസ്തുത ധൃതരാഷ്ട്രക്ക് വ്യക്തമായി അറിയാം. വ്യാസ ശിഷ്യനായിരുന്നു സഞ്ജയൻ. വ്യാസദേവന്റെ കരുണയാൽ ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിലിരുന്നുകൊണ്ട് തന്നെ കുരുക്ഷേത്രത്തിലെ യുദ്ധരംഗം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ധൃതരാഷ്ട്ര സഞ്ജയനോട് പോർക്കളത്തിലെ സ്ഥിതിഗതികളെപ്പറ്റി ആരായുന്നത്. ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിൻ്റെയും മക്കൾ. ധൃതരാഷ്ട്രന്റെ മനോഭാവം ഇവിടെ വ്യക്തമാവുന്നുണ്ട്. അദ്ദേഹം മനഃപൂർവ്വം തൻ്റെ മക്കളെ മാത്രം കൗരവർ എന്ന് അവകാശപ്പെടുകയും അങ്ങനെ പാണ്ഡുവിൻ്റെ മക്കൾക്ക് വംശപാരമ്പര്യം നിഷേധിക്കുകയും ചെയ്യുന്നു. തൻ്റെ അനന്തരാവകാശികളാകേണ്ട പാണ്ഡുപുത്രന്മാരുമായുള്ള ധൃതരാഷ്ട്രരുടെ ബന്ധത്തിൻ്റെ പ്രത്യേകത ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ധർമ്മപിതാവായ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ വെച്ച് വിളനിലത്തിലെ കളകളെ എന്ന പോലെ ധൃതരാഷ്ട്രപുത്രന്മാരായ ദുര്യോധനാദികളെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നും യുധിഷ്ഠിരന്റെ നേതൃത്വത്തിലുള്ള ധാർമ്മികരെ ഭഗവാൻ നാടുവാഴിക്കുമെന്നും ഇതിൻ്റെ തുടക്കത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. ചരിത്രപരവും വൈദികവുമായ പ്രാധാന്യത്തിനു പുറമെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര എന്നീ വാക്കുകളുടെ പൊരുൾ ഇതാണ്. അപ്പോൾ ഇതാണ് പറയണതിൽ. അപ്പോൾ ധൃതരാഷ്ട്ര ആദ്യം പറയാണ് അല്ലേ, ആരോട്? സഞ്ജയനോട്. സഞ്ജയൻ ആരാണ്? ഹരേ കൃഷ്ണ മഹേഷ്, ഹരേ കൃഷ്ണ. അപ്പോൾ സഞ്ജയൻ ആരാണ്? വ്യാസ മഹർഷിയുടെ ശിഷ്യനാണ് സഞ്ജയൻ. അപ്പോൾ വ്യാസ മഹർഷിയുടെ കരുണയാൽ ഈ സഞ്ജയന് നമ്മളിവിടെ ഇരുന്ന് അമേരിക്കയിലെ കാര്യം ടി വിയിൽ കാണുന്ന പോലെ മൂപ്പർക്ക് അവിടെ ഇരുന്ന് അല്ലേ ദൂരെ നിന്ന് എന്ത് സംഭവം കാണാൻ പറ്റും. ആർക്ക് പറ്റും? സഞ്ജയന് പറ്റും അല്ലേ. ആരുടെ ശിഷ്യനാണ് സഞ്ജയൻ? വ്യാസ മഹർഷിയുടെ. മാത്രമല്ല ധൃതരാഷ്ട്രയുടെ ആരാണ്? സെക്രട്ടറി. ധൃതരാഷ്ട്രയുടെ സെക്രട്ടറിയും കൂടെ ആണ് നമ്മുടെ സഞ്ജയൻ. അപ്പൊ സഞ്ജയനോട് ആര് ചോദിക്കുകയാണ്? ധൃതരാഷ്ട്ര ചോദിക്കുകയാണ് അവിടെ എന്താ സംഭവിച്ചതല്ലേ, അത് അറിയാണ്ട് സമാധാനമില്ല. എല്ലാത്തിൻ്റെയും വേറെ ആളാണ് അല്ലേ. ഈ കണ്ണ് കാണാണ്ട് ഇരുന്ന് അഭിനയിച്ച് മൊത്തം സ്വന്തം മക്കൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെട്ടത്. ഇവിടെ സ്വാർത്ഥത അധികമാകുമ്പോൾ എപ്പോഴും ഭഗവാൻ എന്തിനാ അവിടെ വരണത്? അധർമ്മം ധർമ്മത്തിന് കീഴടക്കിയിട്ട് അല്ലേ. ധർമ്മം നശിച്ചു പോണ സമയത്ത് ആ ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാനാണ് ഭഗവാൻ അവതരിക്കുന്നത് അല്ലേ. അത് മെയിനായിട്ടുള്ള ഈ അവതാരം അല്ലാണ്ട് ഓരോ ദിവസവും ഓരോ വീട്ടിലും ശരിക്കും അവതരിക്കുന്നുണ്ട് വേറെ പല വിധത്തിൽ അല്ലേ. അധർമ്മമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നാശം ഉറപ്പ് തന്നെയാണ്. അത് എപ്പോഴായാലും ശരി, തുടക്കത്തിലാവില്ല ചിലപ്പോൾ അല്ലേ, അവസാന ഘട്ടത്തിൽ സത്യം വിജയിക്കുള്ളൂ. അത് ഏത് കലിയുഗമാണെങ്കിലും ശരി അല്ലേ. അത് കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരുന്നത് മാത്രം. കലിയുഗത്തിൽ കുറച്ച് ദോഷം കൂടുതലായതുകൊണ്ട് അധർമ്മത്തിന് വിജയം നമുക്ക് തോന്നും. പക്ഷേ അവസാന വിജയം ധർമ്മത്തിന് തന്നെ ആയിരിക്കും. അപ്പം ഇവിടെയും ഒരുപാട് പരിശ്രമിക്കുകയാണ് ദുര്യോധനൻ അല്ലേ. എന്തൊക്കെ കൊണ്ടിട്ടാണ് അഹങ്കരിക്കുന്നത്, ഞാൻ തന്നെ ജയിക്കുന്നു വിചാരിച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ പോലും ഉണ്ട് ഇങ്ങനെ അതിർത്തി തർക്കം, ഭാഗം വയ്പും പ്രശ്നങ്ങൾ അല്ലേ. അവിടെ മാത്രമല്ല, അത് പുരാണ കാലം മുതലേ തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. അത് എല്ലാവർക്കും ആവശ്യത്തിനുള്ള കൊടുക്കുക എന്നുള്ള പരിപാടിയില്ല.
അത് ഈശോപനിഷത്തിൽ പറയുന്നുണ്ട്, ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച, അത് ആ ഒരു ശ്ലോകം ഉണ്ട്. ആ ശ്ലോകത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ അർഹതപ്പെട്ടത് ഈശ്വരൻ നമുക്ക് മാറ്റി വെച്ച് നമ്മൾ സ്വീകരിക്കുക. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നമ്മൾ ആഗ്രഹിക്കാനേ പാടില്ല. അത് ആഗ്രഹിക്കുമ്പോഴാണ് എന്ത് പ്രോബ്ലം വരുന്നത്, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അല്ലേ. ഇവിടെ ഒരു രാജ്യം, അവിടെ ചെറിയച്ഛനും വലിയച്ഛനുണ്ട്, രണ്ടു കൂട്ടർക്കും തുല്യമായി എടുത്ത പരിപാടി തീർന്നു. പക്ഷേ പകരം ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം വരികയാണെങ്കിൽ എല്ലാം എനിക്ക് വേണം, അവർക്ക് വേണ്ട. ആ എവിടെയാണോ ആ നെഗറ്റീവായിട്ടുള്ള ആഗ്രഹം വരുന്നത് അവിടെ പ്രശ്നങ്ങൾ വരികയല്ലേ. പിന്നീട് അവിടെ ഈ ഭഗവാന്റെയൊക്കെ ആവശ്യം വരികയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത് ധൃതരാഷ്ട്രം. അപ്പോൾ ധൃതരാഷ്ട്രം എന്താ പറയണത്, ഈ പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി, എന്നാൽ യുദ്ധം ഇച്ഛിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്തു അല്ലേ. പാണ്ഡുവിനെ വേറെ തന്നെ കാണുന്നത് എൻ്റെ അനിയൻ്റെ മക്കളാണ് അല്ലേ. എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ഇനി ആരെയും സഹായിച്ചില്ലെങ്കിലും വേണ്ട നമ്മളെ അല്ലേ, നമ്മൾ അവരെ വിഷമിപ്പിക്കാണ്ടിരുന്നാൽ തന്നെ മതി. പാണ്ഡുവിൻ്റെ മക്കളെ ഇദ്ദേഹം ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹെൽപ്പ് ചെയ്യേണ്ട ആളാണ്, എന്നാലും ചെയ്തില്ലെങ്കിൽ ദ്രോഹിക്കാതിരുന്നാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു അല്ലേ. അപ്പാണ് എൻ്റെ മക്കളും, എൻ്റെ മക്കളും കൗരവർ പറഞ്ഞാൽ എൻ്റെ കുരുവംശത്തിലാണ് ഇവരുള്ളത്. ഹസ്തിനപുരത്തിലെ കുരുവംശത്തിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറയണ്ടല്ലോ. ധർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാൽ തീർത്ഥാടന സ്ഥലമാണ് കുരുക്ഷേത്രം. ഈ കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഹരിയാനയിലെ ഒരു തീർത്ഥാടന സ്ഥലമാണ്. ഇത് എങ്ങനെയുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മുൻഗാമിയായിട്ടുള്ള രാജാവാണ് കുരുമഹാരാജാവ്. അങ്ങനെയാണ് കുരുവംശം എന്ന് ഇവർക്ക് പേര് വന്നത് അല്ലേ. കൗരവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൗരവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എല്ലാവരും കൂടി ഉള്ളതാണ്. പാണ്ഡവർ വേറെ അല്ല, കുരുവംശത്ത് ആയതുകൊണ്ടാണ് ആ പേര് വന്നത്. പക്ഷെ കൗരവർ എന്ന് തൻ്റെ മക്കളെ മാത്രം ഇദ്ദേഹം അവകാശപ്പെടുന്നു. അപ്പോൾ കുരു മഹാരാജാവ് അന്ന് രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ തപസ് ചെയ്തു. ഈ ഇവിടെ കുരുക്ഷേത്രത്തിൽ അദ്ദേഹം തപസ് ചെയ്തിട്ട് അദ്ദേഹം ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തപസ് ചെയ്ത ആ സ്ഥലം മുഴുവൻ വളരെ പവിത്രമായി മാറണം. അതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ആൾക്ക് സഹിക്കണം എന്നുള്ള ആഗ്രഹമാണ്. എല്ലാ ദേവന്മാരും ബ്രഹ്മാവിനൊക്കെ പ്രാർത്ഥിക്കും അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം ഈ കുരുക്ഷേത്രത്തിനെ മുഴുവൻ വെള്ളനിലമാക്കിയിട്ട് എല്ലാ എന്താ വെച്ചാൽ എന്ന് വെച്ചാൽ കലപ്പ ഉഴില്ലേ, ആ ഉഴുന്ന് വെച്ചിട്ട് അതിൽ എല്ലാ പുണ്യം അതിനുണ്ടാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തപസ് അനുഷ്ഠിച്ചു ആ ഭൂമിയിലിരുന്നിട്ട്. അപ്പോൾ അവിടെ വിഷ്ണു വന്നിട്ട്, വിഷ്ണുവാണ് വരേണ്ടത് അല്ല, നിലം വീണതിന് മുമ്പ് ഈ കുരുമാരായി തപസ് ചെയ്യാണ് ചെയ്യുക. വിഷ്ണു വന്നിട്ടാണ് നിലം വീണത് കേട്ടോ. അപ്പോൾ കുരുമാരായി തപസ് ചെയ്തിട്ട് പറയും, ഈ ഭൂമി, ഞാൻ തപസ് ചെയ്യുന്ന ഭൂമി ഏത് രീതിയിലും പുണ്യം സംഭവിക്കാം, എവിടെ എന്ത് സംഭവിച്ചാലും നല്ലത് മാത്രം സംഭവിക്കാം എന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം തപസ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് വിഷ്ണു ആണ് തൻ്റെ കലപ്പ കൊണ്ട് വന്നിട്ട് ഇത് മുഴുവൻ നില ഉഴുതിട്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെയാണ് ചെയ്യണത്. ഇനി എന്താണ് ഇതിൽ വിത്ത് നടുക എന്താണ് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ കൈ കാല് അങ്ങനെ ഉണ്ടല്ലോ, ആ ശരീരം മുഴുവനായിട്ട് ഇതിൽ ഈ വിത്ത് പോലെ ആക്കിയിട്ട് അദ്ദേഹം അതിനെ മുഴുവൻ കട്ട് ചെയ്യും. സ്വന്തം ശരീരത്തിന് കട്ട് ചെയ്തിട്ട് ഈ ഉഴുന്ന വയലുണ്ടല്ലോ അതിൽ മണ്ണിട്ട് മൂടി വയ്ക്കും. അത്രയ്ക്കും ഒരു ത്യാഗിയായിട്ടുള്ള ഒരു വ്യക്തി. ഇതും നമ്മൾക്ക് കേട്ടത് പോലെ അറിവുള്ളവരല്ല അല്ലേ. ഇത് ഏതൊക്കെയോ കാലഘട്ടത്തിലുള്ളവരാണ്, സത്യയുഗത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഭൂമിയാണ്. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഭഗവാൻ അനുഗ്രഹിക്കും. വിഷ്ണു ഭഗവാൻ വന്നിട്ട് ഈ കുരുക്ഷേത്രത്തിനെ അനുഗ്രഹിച്ചിട്ട് ഇവിടെ എന്ത് തന്നെയാലും നന്മ മാത്രമേ നടക്കുള്ളൂ, നന്മയ്ക്ക് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ എന്നൊക്കെ അദ്ദേഹം അനുഗ്രഹിച്ചിട്ട് പോയി. അങ്ങനത്തെ സ്ഥലമാണ് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്തിന്? യുദ്ധത്തിന്. അവിടെ ആരാ ജയിക്കുള്ളൂ? നന്മയുള്ളവരെ ജയിക്കുള്ളൂ അല്ലേ. അങ്ങനത്തെ സ്ഥലം ഭഗവാനും കൂടെയാണ് അത് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയണത് അനേകം ലക്ഷം പേർ പാരായണം ചെയ്തു പോരുന്ന വൈദിക ശാസ്ത്രമാണ് ഭഗവത്ഗീത. അപ്പോൾ ഇവിടെ ഭഗവത്ഗീത എന്നറിയാം എല്ലാവർക്കും. ഇപ്പോൾ നിരീശ്വരവാദികൾ പോലും ഭഗവത്ഗീത വായിക്കും അല്ലേ. അതിൽ നിന്ന് പല പോയിന്റ്സ് അവരെടുക്കും. അപ്പോൾ ഒരുപാട് പേര് ഭഗവത്ഗീത വായിക്കുന്നുണ്ട്. അപ്പോൾ ഗീതാ മഹാത്മ്യത്തിൽ പറയണത് ഇത് എങ്ങനെ വായിക്കണം എന്ന് 3 പോയിന്റാണ് പറയണത് എങ്ങനെ വായിക്കണം. ഒന്ന്, നമ്മൾ കൃഷ്ണഭക്തനായ ഒരാളുടെ സഹായത്തോടെ വായിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നാലേ നമുക്ക് ആ ഭക്തി എസൻസ് ശരിക്കും ഉള്ളിലേക്ക് കയറുള്ളൂ അല്ലേ. ഭക്തി ഇല്ലാത്തൊരു കമ്മ്യൂണിസ്റ്റുകാരുടെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ ഗീത ചിലപ്പോൾ കാണാണ്ട് അറിയായിരിക്കും. അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭക്തിയില്ല, ടെക്നിക്കൽ മാത്രമാണ് അറിയുക. അപ്പോൾ അതിന് നമുക്ക് ഭക്തി കിട്ടില്ല, ശരിയായിട്ട് ഭഗവാന്റെ ഒരു ഭക്തി കിട്ടില്ല. അപ്പോൾ നമ്മളത് കേട്ടിട്ട് കാര്യമില്ല അല്ലേ. അതുകൊണ്ടാണ് കൃഷ്ണഭക്തനായിട്ടുള്ള ഒരാളിൽ നിന്ന് നമ്മൾ ഗീത പഠിക്കണം. ഒന്നാമത്തെ പോയിന്റ് ഗീത പഠിക്കണം. രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും പാടില്ല. ഗീത പഠിച്ചാൽ എനിക്ക് ഐശ്വര്യം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാവും എന്നുള്ള ആഗ്രഹം പാടില്ല. അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഒരു സാധനം വാങ്ങിച്ച് സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് പലതും, ഒരു മരുന്ന് കഴിച്ചാൽ അതിന് സൈഡ് എഫക്റ്റ് ഉള്ള പോലെ നല്ലത് ചെയ്യുമ്പോൾ അതിന് എന്തായാലും നന്മകളുണ്ടാവും അല്ലേ. അത് പക്ഷെ നമ്മൾ ആഗ്രഹിക്കരുതെന്നാണ് പറയുന്നത്.
നമുക്ക് ഇന്നതൊക്കെ നേടാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും, ഇവരെ തോൽപ്പിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ സ്വാർത്ഥ താല്പര്യം വെച്ച് ഗീത പഠിക്കരുത്. അത് രണ്ടാമത്തെ പോയിന്റ്. ഭക്തിക്ക് വേണ്ടി പഠിക്കുക. അത് ഓട്ടോമാറ്റിക്കലി ഭക്തി ആയാൽ തന്നെ എല്ലാം നന്നായിക്കോളും അല്ലേ. നമുക്ക് ആ നന്മ തന്നെ ഉണ്ടാവണമാണ്, നമ്മളതിന് പ്രത്യേകിച്ച് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മൂന്നാമത്തത്, നമ്മൾ ഈ ഗീതയിൽ പറഞ്ഞ വ്യാസദേവൻ പറഞ്ഞതിന് വളച്ചൊടിച്ച് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റരുത് അല്ലേ. അത് അങ്ങനെ പലരും ഇഷ്ടത്തിന് മാറ്റുന്നുണ്ട്. ഈ ഗീത തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ. കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ ശരീരമല്ല, കൃഷ്ണൻ്റെ ഉള്ളിൽ ആത്മാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, കൃഷ്ണൻ്റെ ശരീരവും ആത്മാവും തമ്മിൽ ഒരു വ്യത്യാസമില്ല, ഒക്കെ അതീന്ദ്രിയാണ്. പക്ഷെ ആളുകൾ പറഞ്ഞ് അങ്ങനെയൊക്കെ വളച്ചൊടിച്ച് അങ്ങനെ കൊണ്ടുപോകും. ഗീതേനെ തന്നെ പല വ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അതായത് വ്യാസദേവൻ എന്ത് പറഞ്ഞോ അത് മാത്രമേ നമ്മൾ പറയാവൂ, അതിലപ്പുറം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വളച്ചൊടിക്കാൻ പാടില്ല. അതുപോലെ ബൈബിളിൽ ഇങ്ങനെ വളച്ചൊടിച്ചിട്ടുണ്ട് യേശു പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റായിട്ട്. ആദ്യത്തെ ബൈബിളിൽ എന്താ പറഞ്ഞാൽ, നിങ്ങൾ കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൗ ഷാൽ നോട്ട് കിൽ, നീ കൊല്ലരുത്, നിന്റെ വയറിനെ ശ്മശാനാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പഴയ നിയമം. പുതിയ നിയമത്തിൽ ഇവരുടെ ഇഷ്ടത്തിന് മാറ്റി, മനുഷ്യർക്ക് നന്നായി നോണ് കഴിക്കണം. അപ്പോൾ ഇവരെന്ത് വെച്ചാൽ മനുഷ്യനെ എന്ന് ബ്രാക്കറ്റിൽ ചേർത്തോ, മനുഷ്യനെ കൊല്ലരുതെന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ. അങ്ങനെയല്ല സംഭവം. ഒരു ജീവജാലത്തെയും കൊല്ലാതിരിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ ഇവരതിനെ തിരുത്താണ് അല്ലേ. അതായത് മനുഷ്യരുടെ ബുദ്ധി പല രീതിയിൽ പ്രവർത്തിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നീ നിന്റെ വയറിനെ ശ്മശാനാക്കരുത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഒന്നും ദഹിപ്പിക്കരുത് അല്ലേ, നോൺ വെജ് കഴിക്കരുത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിനെയൊക്കെ അവർ മാറ്റിമറിച്ചിട്ടുണ്ട്. അവരവരുടെ സ്വാർത്ഥ താല്പര്യത്തിനനുസരിച്ച് പുണ്യഗ്രന്ഥങ്ങളെ വളച്ചൊടിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഗീത പഠിക്കുന്നത് അതിനൊരു റിസൾട്ട് ഉണ്ട് അല്ലേ. അത് നമ്മുടെ ആധ്യാത്മിക ഉണർവിന് വേണ്ടിയിട്ടാണ്, അത് ഉണ്ടാവില്ല ഇങ്ങനെ വളച്ചൊടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഗീത പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 3 കാര്യങ്ങൾ പഠിക്കണം, 2 പാടില്ല, 3 ആയസ്. നമ്മൾ ആ അർത്ഥത്തിന് ആസ് ഇറ്റ് ഈസ് എന്താണോ വ്യാസദേവൻ പറഞ്ഞത് അതുപോലെ നമ്മുടേതായ നമ്മുടെ ബുദ്ധി പറഞ്ഞ് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് 4 കുഴപ്പങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് ഗീതയിൽ. എന്തൊക്കെയാണ്? നമുക്ക് തെറ്റുപറ്റും അല്ലേ. നമ്മൾ വിചാരിക്കുന്ന ശരിയാവണമെന്നില്ല, ചിലപ്പോഴത്തെ പിന്നീടോ അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാവുക. മനുഷ്യരുടെ ബുദ്ധി അല്ലേ, അതിന് തെറ്റുപറ്റും. മനുഷ്യരുടെ അല്ല, എല്ലാ ജീവാത്മാക്കളുടെ, ഈശ്വരൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും തെറ്റുപറ്റും. ബ്രഹ്മാവിനും ശിവനും പോലും തെറ്റുപറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ തെറ്റുപറ്റും. പിന്നെന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്. ഇന്ദ്രിയങ്ങൾ അപൂർണമാണെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇവിടെ ഇരുന്നപ്പോൾ എനിക്കും മാതാജിമാരെ മാത്രമേ കാണാൻ പറ്റില്ല. എൻ്റെ കണ്ണുകൊണ്ട് ബാക്കിൽ എന്താ നടക്കുന്നത് കാണാനേ പറ്റില്ല. ഇപ്പോൾ ഈ കണ്ണ് പൂർണ്ണമല്ല, അപ്പോൾ കണ്ണ് എല്ലാവരുടെയും കാണാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ ചെവി അല്ലേ, നമുക്ക് ഒരു ഇത്ര ഹെഡ്സ് വരെ അത്രേ കേൾക്കാൻ പറ്റുള്ളൂ, അതിലപ്പുറം നമുക്ക് പറ്റില്ല. അപ്പോൾ ഒന്നും നമ്മുടെ പൂർണ്ണമല്ല. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമല്ല, നമുക്ക് തെറ്റ് പറ്റും അല്ലേ. 2 കാരണമായി. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ മായയിൽ വീഴാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് അല്ലേ. പിന്നെ നമുക്ക് മറ്റുള്ളവരെ ചതിക്കാനുള്ള പ്രവണത. മറ്റുള്ളവരെ ചതിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നേരിട്ട് പോയി ചതിക്കില്ല, നമ്മളെ തന്നെ ചതിക്കും ചിലപ്പോൾ. എങ്ങനെയാ ചെറിയ നല്ല വഴിക്ക് നമ്മളെ പോവാണ്ട് പൊട്ട വഴിക്ക് നമ്മൾ കൊണ്ടുപോകും അല്ലേ. ചതിക്കാനുള്ള പ്രവണത നമ്മളെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് വശപ്പെട്ടിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ പോകണം. അതാണ് ചതിക്കാനുള്ള പ്രവണത. നമ്മളെ തന്നെ ചതിക്കാം, മറ്റുള്ളവരെ പോയി ചതിക്കാന്നുള്ള ഉദ്ദേശം അതുണ്ട്. ഉദ്ദേശം മെയിനായിട്ട് നമുക്ക് ഏത് വിധത്തിൽ ഈ പ്രവണതകളുണ്ടെന്ന്. മായയ്ക്ക് അടിമപ്പെടും നമ്മൾ അല്ലേ, നമുക്ക് സ്വയം ചീറ്റ് ചെയ്യാനുള്ള പ്രവണതയുണ്ട്. പിന്നെന്താണ്? ഇന്ദ്രിയങ്ങൾ അപൂർണ്ണമാണ്, തെറ്റുപറ്റും. ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ മനുഷ്യന്മാർ അല്ലേ. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഇതിനൊക്കെ വ്യാഖ്യാനിച്ച് എന്താ സ്ഥിതി? ഇത് അർത്ഥങ്ങളെ വേറെ ആയിരിക്കും, ഭഗവാൻ ഉദ്ദേശിച്ചതായിരിക്കില്ല നമ്മൾ പറയാം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് ഇവിടെ പറയണത്. പിന്നെ ഗീതയുടെ കാര്യം പറയുന്നത്, ഗീതാൻ്റെ മഹാത്മ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിലുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ മറ്റു എല്ലാ ഗ്രന്ഥങ്ങളിലുള്ള ജ്ഞാനം ഗീതയിലുണ്ട്. മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ കാണാത്തത് നമുക്ക് ഗീതയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ഗീത പഠിച്ചാൽ തന്നെ നമുക്ക് സമ്പൂർണ്ണമായിട്ടുള്ള അറിവുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത, ഇത് ആര് പറഞ്ഞതാ? ഗീത ഭഗവാൻ നേരിട്ട്, ഭഗവാന്റെ വായിന്ന് വന്നിട്ടുള്ള സ്ഥാനമാണ് അല്ലേ. ഭഗവത്ഗീത. മറ്റേതൊക്കെ പിന്നെയും ഭക്തന്മാർ ഗ്ലോറിഫൈ ചെയ്യണതാണ്. പക്ഷെ ഇതങ്ങനെയല്ല, കൃഷ്ണൻ നേരിട്ട് ഞാൻ ഇന്നതാണ് ആളെക്കുറിച്ച് പറഞ്ഞു തരാണ്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ് ഗീത പഠിക്കുമ്പോൾ അല്ലേ. അതെ. ഇനി ഇവിടെ മഹാഭാരതത്തിൽ സഞ്ജയനും ധൃതരാഷ്ട്രമായിട്ടുള്ള സംവാദമാണ് ഗീത. അത് നമ്മൾ പറഞ്ഞു. ഇത് എവിടെ ഈ ഗീത തുടങ്ങിയത്? ഗീത ഉണ്ടായത് എവിടെ വെച്ചിട്ടാണ്? കുരുക്ഷേത്ര പോർ നിലത്ത് വെച്ച് അല്ലേ, യുദ്ധകളത്തിൽ വെച്ചിട്ടാണ് അല്ലേ ഗീത. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഗീത അവിടെ വെക്കാൻ പാടില്ല, അവിടെ നാമം ജപിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഇത് യുദ്ധകളത്തിൽ വെച്ചിട്ട് ആകെ ശവങ്ങളുടെ നടുവിൽ വെച്ചിട്ടൊക്കെ അല്ലേ ഭഗവാനും ഇതൊക്കെ ഓടുന്നത്. അപ്പോൾ നമ്മൾ പറയണതൊന്നും ആത്മീയമായിട്ടൊന്നും ബാധിക്കില്ല. ശരിക്കും ആത്മീയമായിട്ടുള്ള ലെവൽ വരുമ്പോൾ നമുക്ക് എവിടെ വെച്ചിട്ട് അത് ഗീതയുടെ ആവശ്യം എന്ന് പറയാൻ പറ്റുമോ?
നമ്മൾ പീരിയഡ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ആ സമയത്ത് നമുക്ക് വേദന കൊണ്ട് മരിക്കാൻ പോകണം വെക്കുക. അപ്പം നമുക്ക് ഗീതയും വേണം ഭഗവാനും വേണം ആ സമയത്ത് അല്ലേ. ഒരാൾ വയറുവേദനിച്ച് മരിക്കുന്ന ടൈമാണ് വിചാരിക്കുക, അതും ആൾ പീരിയഡ്സാണ് വിചാരിക്കുക. അപ്പം ഭഗവാനെ വിളിക്കാണ്ടിരിക്കാൻ പറ്റുമോ അല്ലേ? മരിക്കുമ്പോൾ വേണ്ടത് നമുക്കാണ് ഭഗവാനും ഒക്കെയാണ്, ഭഗവത് സ്മരണയാണ് വേണ്ടത്. അപ്പോൾ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഭൗതിക കാരണങ്ങളൊന്നും അതിന് ഒരു ഇതില്ല. അതാണ് യുദ്ധക്കളത്തിൽ വെച്ചിട്ടാണ് ഗീത ഉണ്ടായതെന്ന് പറയണത്. ഇനി ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച കാലത്താണ് ഈ ഗീത അല്ലേ, ഭൂമിയിൽ ദ്വാപര യുഗത്തിൽ ഭഗവാൻ അവതരിച്ച സമയത്താണ് ഗീത പറയണത്, അതും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ കുരുക്ഷേത്രം പറഞ്ഞാൽ വൈദിക കാലം മുതലേ ഒരു തീർത്ഥാടന സ്ഥലമായിരുന്നു, അത് നമ്മൾ പഠിച്ചു അല്ലേ. വൈദിക കാലം മുതലേ ഈ കുരുക്ഷേത്രത്തിനെ തീർത്ഥാടന സ്ഥലമായിട്ടാണ് കണ്ടിരുന്നത് എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ധർമ്മക്ഷേത്രം എന്ന് പറയാൻ കാരണം. ഇനി ഇപ്പൊ കൗരവർ, നമ്മുടെ ധൃതരാഷ്ട്രക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പുണ്യസ്ഥലം ഇദ്ദേഹത്തിന് അറിയാം. ആ പുണ്യസ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ ഇനി ഇവരങ്ങനെ ഒത്തുതീർപ്പാവുമെന്ന് പേടി. ഒത്തുതീർപ്പാവായ ഈ അച്ഛൻ വിചാരിച്ച് നല്ലതല്ലല്ലേ, മക്കളങ്ങനെ ഒത്തുതീർപ്പായി രണ്ടും പകുതി കൊടുക്കാമെന്ന് വിചാരിച്ചെങ്കിൽ കഴിഞ്ഞല്ലോ. ഇദ്ദേഹത്തിന് വിചാരിക്കുന്ന ഈ പുണ്യസ്ഥലത്തിന്റെ സ്വാധീനം മൂലം തൻ്റെ മക്കൾക്ക് അങ്ങനെ സ്വഭാവം മാറി, പകുതി പകുതി കൊടുക്കാന്ന് വെച്ച് ഈ യുദ്ധം നിർത്തി വെച്ചാലോ എന്നുള്ള പേടി. അപ്പോൾ ധൃതരാഷ്ട്രയുടെ സ്വാർത്ഥത എത്ര ഉണ്ട് നോക്കി. ഈ യുദ്ധം എങ്ങാനും അവർ മാറ്റി വെച്ചാലോ, ഇനി അഥവാ ഈ യുദ്ധത്തിൽ ഇവർ ജയിച്ചാലോ, പാണ്ഡവർ ജയിക്കുമോ ഒന്നും അതും പേടിയുണ്ട് അല്ലേ. പാണ്ഡവർ ജയിക്കുമോ എന്ന് പേടിയുണ്ട്. കാരണം പുണ്യസ്ഥലമാണ്, അത് നന്മ ജയിക്കുള്ളൂ. സ്വഭാവേന ആരാണ് ഗുണശാലികൾ? പാണ്ഡവരാണ് ഗുണശാലികൾ. അപ്പോൾ അദ്ദേഹത്തിന് ആ പേടിയുണ്ട്, ഇനി പാണ്ഡവർ ജയിക്കുമോ. ഇനി എന്നാൽ യുദ്ധം പിന്നെ അടുത്ത പേടി എന്താ, യുദ്ധം അങ്ങനെ നിർത്തി വെക്കുമോന്ന്. യുദ്ധം നിർത്തി വെക്കുമെന്ന് എങ്ങനെ യുദ്ധം നിർത്തി വെക്കുക? ഒത്തുതീർപ്പത്തിൽ വരണം. ഒത്തുതീർപ്പിൽ വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? രാജ്യം കൊടുക്കുക, പകുതി പകുതി കൊടുക്കാൻ തീരുമാനം. അപ്പം എൻ്റെ മക്കൾക്ക് മുഴുവൻ കിട്ടേണ്ടത് അങ്ങനെ പകുതിയായി പോകുമെന്നുള്ള പേടി. ഇതൊക്കെയാണ് ധൃതരാഷ്ട്ര ചിന്തകൾ ഇവിടെ പറയുന്നത്. ഇതൊക്കെ പ്രഭുപാദ എഴുത്തുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ദേവന്മാർക്ക് പോലും ആരാധന ചെയ്യുന്നൊരു സ്ഥലമാണ് കുരുക്ഷേത്രം അല്ലേ. അതിപ്പോഴും നന്മയുള്ളവർക്ക് അനുകൂലമായിട്ട് വരും. സ്വഭാവേന നന്മയുള്ളവരാണ് പാണ്ഡവർ അല്ലേ, പാണ്ഡുവിൻ്റെ മക്കൾ. അതുകൊണ്ട് ഇതങ്ങാനും അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം വ്യാസശിഷ്യനായിട്ടുള്ള സഞ്ജയനോട് ചോദിക്കുകയാണ് അല്ലെ. സഞ്ജയൻ പോർക്കളത്തിൻ്റെ സ്ഥിതിഗതികളെ പറ്റിയിട്ട് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. ഈ ഒരേ കുടുംബത്തിലുള്ളവരാണ് ധൃതരാഷ്ട്രം പാണ്ഡവരും അല്ലേ. എന്നാലും തൻ്റെ മക്കളെ മാത്രം കൗരവർ എന്ന് പറഞ്ഞിട്ട് ധൃതരാഷ്ട്രം പാണ്ഡുപുത്രന്മാരെ ഒരു വേറെ ആയിട്ടാണ് കാണുന്നത് അല്ലേ. എൻ്റെ മക്കളും എൻ്റെ എന്നുള്ള ആ സ്വാർത്ഥ ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയുന്നത്. പാണ്ഡുവിൻ്റെ മക്കൾക്ക് വംശപാരമ്പര്യം നിഷേധിക്കുകയാണ് അവിടെ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് ഇതിന് നമ്മുടെ കഷ്ടപ്പെട്ടാലും നമ്മുടെയൊക്കെ പോയാലും കുഴപ്പമില്ല അല്ലേ. നമുക്ക് നന്മ വന്നു ചേരും, സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എന്തെങ്കിലും സ്വാർത്ഥയിൽ നമ്മൾ കീഴടക്കി കഴിഞ്ഞാൽ അത് നമ്മളെപ്പോഴും വേദനിപ്പിക്കും. ഇന്നലെ നാളെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും, ചെറിയൊരു നോട്ട് ബുക്ക് ആണെങ്കിലും അതിൻ്റെ ഒരെണ്ണം നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഭഗവാൻ തരില്ല. ഇനി നാട്ടുകാരെന്ന് അറിഞ്ഞാലും കുഴപ്പമില്ല, ഈ ഉള്ളിലിരിക്കുന്ന ആളറിയുമല്ലോ. എല്ലാവരും നമുക്ക് മറയ്ക്കാതെ നമ്മൾ തന്നെ നമ്മൾ തന്നെ ഒരു ദിവസം ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, നമുക്ക് ഇഷ്ടം പോലെ ഡെയിലി തെറ്റ് പറ്റും. നമ്മൾ തന്നെ സ്വയം നമ്മളെ ചിന്തിച്ച് നോക്കുക. ഒരു കുറ്റം നമ്മളൊരാളെ വിചാരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് സമാധാനം ഉണ്ടാവില്ല. വേണ്ടിയിരുന്നില്ല അല്ല, അങ്ങനെ വിചാരിക്കേണ്ട എന്ന് ഹൃദയം പറയും. ഭഗവാൻ എപ്പോഴും നമുക്ക് നല്ലതേ പറഞ്ഞു തരുള്ളൂ അല്ലേ. പക്ഷെ നമ്മൾ ആ ഭഗവാൻ പറഞ്ഞതിനെ തോൽപ്പിച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്ത് തെറ്റ് ചെയ്യുക, അത് വേറെ കാര്യം. അദ്ദേഹം നമുക്ക് ക്ലൂ തന്നാലും നമ്മൾ ചെയ്യാതിരിക്കും അല്ലേ, അതിന് ഓവർടേക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ അത് തന്നെ. അപ്പം ഇത്രയും വലിയ തെറ്റ് ചെയ്താലോ അല്ലേ, ചെറിയ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഭഗവാൻ എല്ലാവർക്കും നമ്മൾ ഭക്തന്മാരായതുകൊണ്ടാണ് ഈ പരിചയം ഉണ്ടാവും അല്ലേ. ദുഷ്ട സ്വഭാവമാണെങ്കിൽ ഇത് പെട്ടെന്ന് കേൾക്കുകയില്ല, ആ സാക്ഷി എന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യില്ല. പക്ഷെ നമ്മൾ നന്മയുള്ള പാതയിലൂടെ പോകുന്ന ഒരു അമ്പലത്തിൽ വരുന്നവരായതുകൊണ്ട് തെറ്റ് ചെറുതായിട്ട് നമ്മൾ തന്നെ ചെയ്ത് നമുക്ക് തന്നെ ഉള്ളിലൊരു വിഷമം ഉണ്ടാവും, ഒരു അസ്വസ്ഥത അല്ലേ. വൈകുന്നേരം വരെ അതൊന്ന് ശരിയാക്കണ വരെ ഒരു സമാധാനം എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. അല്ല, ഇവിടെ ഒരു എന്തൊക്കെ ഒരു വെപ്രാളം, അത് നമ്മുടെ ഭാഗ്യമാണ്. നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഭാഗ്യം. നമ്മൾ തെറ്റ് ചെയ്യാൻ ഭഗവാൻ സമ്മതിക്കില്ല, അതാണ്. വേണ്ടിയിരുന്നില്ല. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാലും അത്ര പറയേണ്ടിയിരുന്നില്ല അല്ലേ. അത് ഭഗവാൻ നമ്മളെ തോന്നിപ്പിക്കാൻ, നമ്മൾ നന്മയുള്ളവരുകൊണ്ട് അത് തോന്നിപ്പിക്കുന്നത്. അത് ചിലവർ പീഡനം ചെയ്തിട്ടും തോന്നിപ്പിക്കില്ലല്ലോ നല്ലത്. ഇതേ ഉള്ളിൽ ഭഗവാനുണ്ട്, അവരുടെ ഉള്ളിലുണ്ട് ഭഗവാൻ. പക്ഷെ ആ നന്മ അവർക്ക് അത്രയും പുണ്യം അവർ ചെയ്യണില്ല. അതുകൊണ്ട് അവർക്ക് ഈ ഭഗവാന്റെ നിർദ്ദേശം കേൾക്കാൻ പറ്റുന്നുണ്ട്. തെറ്റിൽ നിന്ന് തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് നിസ്സാര കാര്യത്തിന് പോലും ആ ഒരു കുറ്റബോധം തോന്നുന്നത് വെച്ചാൽ നമുക്ക് നന്മയുള്ളതുകൊണ്ടാണ്. ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുക, ഓരോരോ ജന്മങ്ങളിൽ. ഇപ്പോൾ കിണർ കുഴിക്കുക, നമ്മൾ കഴിഞ്ഞ ജന്മത്തിലിപ്പോൾ ഒരുപാട് തീർത്ഥസ്ഥലങ്ങൾ മുങ്ങിയിട്ടുണ്ടാവണം അല്ലേ. അല്ലാണ്ട് വെറുതെ നമുക്കിതിൽ സറണ്ടർ ചെയ്യാൻ പറ്റില്ല ഭഗവാന്. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട് അല്ലേ. ഇത്രയും ക്രൂരത ചെയ്യണ ആൾക്കാരുടെ ഉള്ളിലും ഭഗവാനുണ്ട്. എന്നിട്ട് അവർ ക്രൂരത ചെയ്യുന്നു, നമ്മളത് ചെയ്യുന്നു. നമുക്ക് ചിന്തിക്കുമ്പോൾ പോലും പേടിയാവും അല്ലേ. എന്നാൽ ആ ആൾക്കാർ രണ്ടാളുടെ ഉള്ളത് ഒരാളാണ്. എന്നിട്ട് എന്താ ഇങ്ങനെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജന്മജന്മാന്തരം ചെയ്ത് വെക്കണ പുണ്യകർമ്മങ്ങൾക്ക് അനുസരിച്ചാണ്.
നമ്മൾ ഓരോരോ ജന്മത്തിൽ ചിലവർക്ക് ചില ഭക്തന്മാർക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ കൊടുത്തിട്ടുണ്ടാവും. അജ്ഞാതമായിട്ടുള്ള പുണ്യം കയറി വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ടാവും. തീർത്ഥസ്ഥലങ്ങളിൽ മുങ്ങിയിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ ആശുപത്രി പണിയാ, കിണർ കുഴിക്കുക എന്നുള്ള നന്മകളൊക്കെ ഏതൊക്കെയോ ജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് നന്മ ചിന്തിക്കാൻ പറ്റണേ, തെറ്റ് ചെയ്യാൻ തോന്നാത്തത് കൊണ്ടാണ് അല്ലേ? മനസ്സിലായി? ഇതൊക്കെ ഭഗവാൻ നിരീക്ഷിച്ചിട്ടാണ് നമ്മളുടെ സ്വഭാവം ഭഗവാൻ നന്മയുള്ളാക്കി തീർക്കുന്നത്. ഇതും ഭഗവാൻ തന്നെ നല്ലതാക്കി തീർക്കണം. എന്ത് നമ്മൾ ചെയ്യണ പ്രവൃത്തി കാരണം അല്ലേ? അപ്പം ഇവിടെ നമുക്ക് ഗീത പഠിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരുപാട് ജന്മങ്ങൾ ചെയ്ത ആ നന്മ കാരണമാണ് ഇത്രയും നല്ലൊരു കാര്യം ഭഗവാന്റെ മുന്നിൽ വെച്ച് തന്നെ നമുക്ക് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. അപ്പം ഇവർക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പം പലർക്കും ഡൗട്ട് തോന്നുന്നു, എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഉണ്ടല്ലോ. എനിക്കും തോന്നിയിരുന്നു. അപ്പം ഗീത വായിച്ചപ്പോൾ അത് മനസ്സിലായത്. എന്നിട്ട് എന്താ അവരിങ്ങനെ തെറ്റ് ചെയ്യണു അല്ലേ? നമുക്ക് ചെറിയ തെറ്റ് ചിന്തിക്കുമ്പോൾ പോലും ആകെ പേടിയാവണം. പക്ഷെ മറ്റുള്ളവർ വലിയ തെറ്റ് ചെയ്തിട്ട് സുഖമായിട്ട് 3000 കോടിയൊക്കെ കട്ടിട്ട് സുഖമായിട്ട് ഇരിക്കുക. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു പൈസ എടുക്കാനുള്ള പേടി. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ ഭഗവാൻ അല്ലെ, അത്രയധികം നന്മകൾ ചെയ്തവർക്ക് നന്മ മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഒരുപാട് ദോഷകർമ്മങ്ങൾ ചെയ്തവർക്ക് ഹൃദയം ചളി നിറഞ്ഞ് കട്ടി കൂടിയിരിക്കും. ദോഷകർമ്മങ്ങൾ ചെയ്യും. അപ്പോൾ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റില്ല അല്ലേ? ഭഗവാൻ കാണിച്ചു കൊടുത്താലും അത് അക്സെപ്റ്റ് ചെയ്യൂല. തെറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇത്. എന്നാണോ ഇവർ മടുത്ത് സറണ്ടർ ചെയ്യണം അതുവരെ ഇങ്ങനെ തന്നെ പോകും. എന്തെങ്കിലും ഇവർക്ക് തിരിച്ചടി കിട്ടി ഈ അല്ലേ ആ മനസ്സും ശരീരവും വിഷമം തുടങ്ങുമ്പോഴാണ് ഇവർക്ക് നന്മ ചെയ്തു തുടങ്ങും. അപ്പോൾ വിഷമം ഒരുപാട് തളർത്തുമ്പോൾ നന്മ ചെയ്തു തുടങ്ങും. പിന്നെ നന്മ ചെയ്തു തുടങ്ങുമ്പോൾ പതുക്കെ ഈശ്വരനിലേക്ക് തിരിയാൻ തുടങ്ങും. അങ്ങനെ ഭഗവാൻ പറയണത് ഇതേ വ്യക്തി തന്നെ കുറേ ജന്മം കഴിഞ്ഞാൽ, ഇതേ ക്രൂരത ചെയ്ത വ്യക്തി കുറേ ജന്മം കഴിഞ്ഞ് നമ്മളെപ്പോലെ ഭഗവാന്റെ ഭക്തരൊക്കെ ആയിട്ട് മാറും. ഭഗവാനെ കാണുമ്പോഴേക്കും ഒരു സന്തോഷം അല്ലേ? ഗുരുവായൂർ പോവാ പറയുമ്പോഴേക്കും ഭ്രാന്ത്, അതൊക്കെ വരണം അല്ലേ? എന്താ കൊടിമരം കാണുമ്പോഴേക്കുള്ള ഒരു സന്തോഷം അല്ലേ? അതൊക്കെ വരണമെങ്കിൽ ഒരു ഭാഗ്യം വേണം. അപ്പോൾ ഇവിടെ ധൃതരാഷ്ട്രക്ക് ആ ഭാഗ്യമായിട്ടില്ല. ആൾക്ക് ഇങ്ങനത്തെ സ്വഭാവമാണ് ഇപ്പോഴും കയ്യിലുള്ളത് അല്ലേ? അപ്പോൾ ഇവിടുന്ന് അവസാനത്തെ ലൈനിൽ പറഞ്ഞ ധർമ്മപിതാവായ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ യുദ്ധം നടക്കുന്നത്. ആരുടെ സാന്നിധ്യത്തിലാണ്? ധർമ്മപിതാവായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്, ശ്രീകൃഷ്ണ ഭഗവാന്റെ. അതുകൊണ്ട് വിളനിലത്തിലെ കളകളെ പോലെ ഇവരെ ധൃതരാഷ്ട്രപുത്രന്മാരെ പറിച്ച് കളയും ഭഗവാൻ, നശിപ്പിച്ച് കളയുന്നതാണ് ഇതിൽ അതിൻ്റെ ആ എസൻസ് എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ധാർമ്മികരായിട്ടുള്ളവരെ നാട് വാഴിക്കും യുധിഷ്ഠിരൻ എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാത്തവരെ മുഴുവൻ കളകളെ പോലെ ഭഗവാൻ വലിച്ചെറിയുന്നതാണ് പറയുന്നത്. അത് സമയം എന്തായി? 10:14. ഓക്കെ, 10 വരെയല്ലേ നമുക്ക്? അപ്പോൾ അതാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നുള്ള വാക്കുകളുടെ അർത്ഥം, എന്നീ വാക്കുകളുടെ അർത്ഥം. അപ്പോൾ നമുക്ക് ഒരു ശ്ലോകം മതി. പിന്നെ എന്താണ് ഈ യുധിഷ്ഠിര ഭഗവാൻ നാട് വാഴിക്കാൻ കാരണം? ദുര്യോധനെ വാഴിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുര്യോധനല്ല, ഇവർ രണ്ടുപേരുടെയും ഗുരു ആരായിരുന്നു? രണ്ടു കൂട്ടരുടെയും ഗുരു ദ്രോണാചാര്യ. ദ്രോണാചാര്യ ഒരു ദിവസം രണ്ടുപേരെയും വിളിച്ചിട്ട് ഒരു നാട്ടിലേക്ക് വിടും, ഒരു അയൽ ഗ്രാമത്തിലേക്ക് വിട്ടിട്ട് അവിടെ നല്ലതൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ പറയും, മോശമായത് എന്തൊക്കെയാണ് കണ്ടെത്താനായിട്ട് പറഞ്ഞയക്കും രണ്ടുപേരെയും. അപ്പോൾ ദുര്യോധനൻ പോയി, എല്ലാവരുടെയും പോയി. ഓരോന്ന് നോക്കുമ്പോഴേക്കും ആൾക്ക് മോശം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ദുര്യോധനൻ വന്നിട്ട് പറയും, എന്താ പറയണത്? എല്ലാം മോശം ഗുരുദേവ, അവിടെ നല്ലതായിട്ടൊരു സാധനമില്ല, അവിടെ നടക്കുമ്പോൾ തന്നെ ചെളി, അവിടെ അങ്ങനെ ഓരോ കാര്യം, കല്ല്, അവിടെ ആ ഗ്രാമത്തിൽ സകലതിനെയും കുറ്റം പറയും ദുര്യോധനൻ വന്നിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ യുധിഷ്ഠിര മഹാരാജ വരുന്നത്. അപ്പോൾ മോശമായാലും എല്ലാം കണ്ടെത്തി വെച്ചപ്പോൾ എനിക്ക് മോശമായിട്ട് ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. ഓരോ കല്ലിലും അതിൻ്റെ നന്മയാണ് ആൾ കാണുന്നത്, ഓരോ പുല്ലിലും നന്മ, എല്ലാത്തിലും നന്മ കാണുന്ന ഒരു സ്വഭാവമാണ് യുധിഷ്ഠിര. ഈവൻ ദോഷത്തിലുള്ളതിൽ പോലും അതിലെന്തെങ്കിലും നല്ലതുണ്ടോ എന്നാണ് ആര് നോക്കുന്നത്? യുധിഷ്ഠിരൻ നോക്കുക. ഈവൻ ദുര്യോധനിൽ പോലും അതിൽ വല്ല നന്മയുണ്ടോ എന്നാണ് യുധിഷ്ഠിരൻ നോക്കുക. അപ്പം അങ്ങനെയൊരാൾ വേണ്ട രാജാവാൻ അല്ലേ? എല്ലാ പ്രജകളും പല വ്യത്യസ്ത രീതിയിലുള്ള ആളായിരിക്കും. അവരിൽ ഓരോരുത്തരെയും നന്മ കണ്ട് പ്രോത്സാഹിപ്പിക്കാനും അല്ലേ, തിന്മയെ തിരുത്തി കൊണ്ടുപോകാനും ഒരു അച്ഛനെ പോലെ പെരുമാറണമെങ്കിൽ അങ്ങനത്തെ ഒരു ഗുണമുള്ള ഒരാൾ വേണം രാജാവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ യുധിഷ്ഠിരനെ തന്നെ നാട് വാഴിക്കുന്നത്. യുധിഷ്ഠിരൻ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. യമധർമ്മൻ തന്നെ യുധിഷ്ഠിരനെ പരീക്ഷിക്കുന്നുണ്ട്. യമധർമ്മൻ ഒരു ദിവസം യുധിഷ്ഠിരനോട് പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും മോശമുള്ളൊരു വസ്തുവിൽ കണ്ടെത്തിയിട്ട് വരണം, കണ്ടെത്തിയിട്ട് വന്നിട്ടില്ലെങ്കിൽ നിന്റെ തല വെട്ടെന്ന് പറയും. അങ്ങനെയാണ് പറഞ്ഞിട്ട് വയ്ക്കുക. അപ്പോൾ ഇദ്ദേഹം നോക്കാൻ പോവാണ് ഓരോ മോശമായ സംഭവം. എന്ത് നോക്കിയാലും നമ്മുടെ യുധിഷ്ഠിരന് മോശമായിട്ട് കാണാൻ പറ്റില്ല, അതിൽ നല്ലതേ കാണുള്ളൂ. അങ്ങനത്തെ സ്വഭാവമാണ് യുധിഷ്ഠിരൻ്റെ. ധർമ്മരാജാവിൻ്റെ മകനല്ലേ അല്ലേ? യമധർമ്മൻ്റെ മകനാണ്. അപ്പോൾ ധർമ്മം മാത്രം, അപ്പോൾ അതിൽ നന്മ മാത്രമേ കാണുള്ളൂ. അവസാനം കുറേ ദിവസം ഈ ആൻസർ കൊണ്ട് ചെല്ലേണ്ട ദിവസം എടുത്തു, ആൻസർ കിട്ടണില്ല, മോശമായ വസ്തു കിട്ടണില്ല. അങ്ങനെയാണ് അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് പോവാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിചാരിക്കും ടോയ്ലറ്റ് മലമായിരിക്കും ഏറ്റവും മോശമായ വസ്തു ഈ ലോകത്തിൽ.
അങ്ങനെ ആൾ വിചാരിച്ച ഉടനെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. വിചാരിച്ച ഉടനെ ഈ മലം സംസാരിക്കുന്ന പറയണത് യുധിഷ്ഠിരനോട്, അല്ലയോ രാജൻ, അങ്ങയുടെ വയറ്റിൽ വരുന്നതിന് മുൻപ് എനിക്ക് നല്ല സുന്ദരമായ ശരീരമായിരുന്നു, ഞാൻ നല്ല സ്വീറ്റും ഫ്രൂട്ട്സൊക്കെ ആയിരുന്നു. എന്ന് ഞാൻ അങ്ങയുടെ ശരീരത്തിൽ കയറിയോ അന്നാണ് എനിക്ക് മോശമായി ഈ രൂപം കിട്ടിയതെന്ന് പറയാം. അപ്പോഴാണ് യുധിഷ്ഠിരന് ആൻസർ കിട്ടിയത്, ഏറ്റവും മോശമായ വസ്തു ഞാനാണ്. ഇങ്ങനെ നമ്മൾ കണ്ടെത്തുന്ന അതാണ് യുധിഷ്ഠിരന്റെ പവർ. കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആൻസർ കണ്ടെത്തി. എന്താണ്? ഈ ലോകത്തിൽ ഏറ്റവും മോശമായത് ഞാനാണെന്ന് കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തി നമുക്ക് ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? അല്ലേ? ആ വ്യക്തി അത്രയും ശുദ്ധാവില്ലേ? അപ്പം നമ്മൾ ആ ലെവലിൽ ഉയരാനാണ് ഈ കഥകളൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നത്. നമ്മളാണ് ഏറ്റവും മോശം എന്ന് കരുതിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങോട്ട് ആരും ഒന്നും മിണ്ടില്ല. പിന്നെ കാരണം എന്നേക്കുള്ള മോശം ആരും ഇല്ലല്ലോ, പിന്നെ എനിക്ക് ആരെയും കുറിച്ച് പറയാനുള്ള അധികാരമില്ല. ഇതാണ് കണ്ടെത്തല്ലേ യുധിഷ്ഠിരന്റെ. അപ്പൊ അതുപോലത്തെ ഒരു മഹാത്മാവിനെയാണ് എല്ലാ നന്മകളും തേടി വരുള്ളൂ. അല്ലേ? നമ്മൾ വിചാരിക്കും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം നഷ്ടപ്പെടുമെന്ന്. പക്ഷെ ഒന്നും നഷ്ടപ്പെടില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുക. ആദ്യം നഷ്ടം തോന്നും, അല്ലേ? ആദ്യം നമ്മളൊരു സാമർത്ഥ്യമൊന്നും കാണിക്കാണ്ടാവും, നമുക്കൊക്കെ നഷ്ടപ്പെടുകയെന്ന് വിചാരിക്കും. പക്ഷെ ഈ നന്മയുള്ളവരെ തേടിയിട്ട് എല്ലാതും അവസാന ഘട്ടത്തിൽ തേടി വരും. അതുകൊണ്ട് നമ്മൾ യുധിഷ്ഠിരന്റെ ആ സ്വഭാവം നമ്മൾ പരിശീലിക്കണം. നമ്മളെല്ലാവരും, ഞാനും പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ദിവസം പരിശീലിക്കുക, അത് കഴിഞ്ഞാൽ വീണ്ടും വീഴും. പരിശീലനം അങ്ങനെയാണ് നമ്മുടെ. നാളെ ഒരാളെയും ഒന്നിനെയും കുറ്റം പറയില്ല വിചാരിക്കുക, ആ 10 കുറ്റം കണ്ടെത്തും. ഇതാ അല്ലേ നമ്മുടെ അവസ്ഥയാണ്. ഡെയിലി വീഴുമല്ലോ നമ്മൾ, എന്നിട്ട് ഡെയിലി പഠിക്കുകയാണ്. എന്നിട്ട് ഒന്ന് പറയേണ്ടിയിരുന്നില്ല ഇതിങ്ങനെ വിചാരിക്കണേ, ഇതൊക്കെയല്ലേ നമ്മൾ പഠിച്ചു. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ പാടെ വിചാരിക്കും. അങ്ങനെ പിറ്റേ ദിവസം ട്രൈ ചെയ്യും, അപ്പോഴേക്കും വേറൊന്ന് കണ്ടെത്തും. അല്ലേ? അങ്ങനെ നമ്മൾ തന്നെ നമ്മൾ സ്വയം ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാമജപത്തിലൂടെ. അല്ലേ? പക്ഷെ ഇത് ഈ കഥകൾ നമ്മൾ സത്സംഗത്തിലൂടെ ഈ കഥകൾ കേൾക്കുമ്പോഴും നാമം ജപിക്കുമ്പോഴും, അല്ലേ, ഭഗവാന്റെ നാമം ജപിക്കണം. അല്ലേ? ജപിക്കുമ്പോൾ നമുക്ക് ശുദ്ധമാവാൻ തുടങ്ങും. തനിയെ ഈ മരുന്ന് കയറ്റുമ്പോൾ, അല്ലേ, നമുക്ക് മൊത്തം രോഗമാണല്ലോ, ഭവരോഗം എന്നൊക്കെ പറയല്ലേ. അതായത് നമ്മൾ രോഗികളാണ് നമ്മൾ തിരിച്ചറിയലാണ് ഭക്തി. അല്ലേ? നമുക്ക് കുറേ പ്രശ്നമുണ്ട്, നമുക്ക് കാമുണ്ട്, ക്രോധമുണ്ട്, അല്ലേ, നമുക്ക് ദേഷ്യം വരുന്നുണ്ട്, നമുക്ക് കുറ്റം പറയാനുള്ള പ്രവണതയുണ്ട്, നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട്, അല്ലേ, നമുക്ക് എന്താ പറയുക ആർത്തിയുണ്ട്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയും. ഇതിങ്ങനെ ആത്മസാക്ഷാത്കാരം പറയുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയാൻ നമ്മളൊന്നും സമ്മതിക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ സാക്ഷാത്കാരത്തിലല്ല. ഞാൻ ആരാണ് നമ്മൾ തിരിച്ചറിഞ്ഞു, എൻ്റെ കുഴപ്പം എന്താണെന്ന് തിരിച്ചറിഞ്ഞു, ഞാൻ എവിടേക്ക് എത്തേണ്ടത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഇതിനെ മാറ്റണം എന്ന് തോന്നുക. നമ്മുടെ ഈ സ്വഭാവങ്ങളെയൊക്കെ മാറ്റണം, ഞാൻ എൻ്റെ ശരിയായൊരു അവസ്ഥയിലേക്ക് വരണം. എൻ്റെ ശരിയായ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അവസ്ഥയല്ല, ഭഗവാന്റെ അംശമാണ് നമ്മളെല്ലാവരും. സാധാരണ ആൾക്കാരല്ല, നമ്മൾ ഭഗവാന്റെ അംശമാണ്, ജീവാത്മാക്കളാണ്, ഭഗവാന്റെ പോലത്തെ ഗുണമുള്ളവരാണ്. ഭഗവാന് തുല്യമല്ലെങ്കിലും ഭഗവാന്റെ അതേ ഗുണങ്ങൾ നമ്മളിലുണ്ട്. അല്ലേ? അത്രയ്ക്കും പരിശുദ്ധരാണ് നമ്മൾ. ഈ ശരീരത്തിൽ അടച്ചു വെച്ചിട്ടുള്ള പോലെ സാധാരണ ആൾക്കാരല്ല. പക്ഷെ അത് നമുക്ക് ഈ ആവരണം പൊട്ടിച്ചേറണമെങ്കിൽ നമുക്ക് നമ്മുടെ കുഴപ്പങ്ങൾ കളഞ്ഞാലേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഈ ശരീരത്തിൽ ഒതുങ്ങി ഒന്നിനും പറ്റില്ല, നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ്. പക്ഷെ എല്ലാത്തിലുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ ഭൗതികമായിട്ടുള്ള ആവരണത്തിന് പൊട്ടിച്ചെറിയണം. അതിനാദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നാമജപത്തിലൂടെ പറ്റുള്ളൂ. പ്രത്യേകിച്ച് കലിയുഗത്തിൽ. ഏത് യുഗത്തിലും നാമജപം ഉണ്ടെങ്കിലും കലിയുഗത്തിൽ വിശേഷിച്ച് മറ്റുള്ളതിനേക്കാളും കൂടുതലായിട്ട് നാമജപമാണ്. യാഗം, യജ്ഞം, പൂജ ഒക്കെ കലിയുഗത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അധികം ഫലിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജയ്ക്ക് കിട്ടുന്ന പുഷ്പങ്ങൾ, അതുപോലെ നെയ്യ്, സാമഗ്രികളൊക്കെ ശുദ്ധമല്ല. ചെയ്യുന്ന ആളുകൾക്കും അത്രയ്ക്ക് 100% ശുദ്ധി പോരാ. അതുകൊണ്ട് കലിയുഗം ആയതുകൊണ്ടാണ്. മറ്റുള്ള യുഗങ്ങളിലെ ശുദ്ധിയുള്ളവരുണ്ടായിരുന്നു. കലിയുഗത്തിൽ പെട്ടെന്നാണ് ഈ മായ കയറി പിടിക്കുന്നില്ലവരും. അല്ലേ? എത്ര ശ്രദ്ധിച്ചാലും വേണ്ടാത്തിലേക്ക് മനസ്സ് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവർക്ക് ശുദ്ധിയോടെ ദേവതയെ പ്രാർത്ഥിക്കാനും അത് ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വിചാരിച്ച ഫലം മറ്റുള്ളതിലൂടെ കിട്ടില്ല കലിയുഗത്തിൽ. പക്ഷേ ഏറ്റവുമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നാമജപം. അത് ഹരിയുടെ നാമം തന്നെ പറഞ്ഞിരിക്കണം. ആ കലിസന്ധരണ ഉപനിഷത്തുണ്ട്, ഒരു ഉപനിഷത്തുണ്ട്. നമുക്ക് 108 ഉപനിഷത്തുണ്ട്, 18 പുരാണങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലേ? നമുക്ക് ഭാഗവതമുണ്ട്, ഭഗവത്ഗീതയുണ്ട്, പിന്നെന്താണ് നമ്മുടെ രാമായണമുണ്ട്, കൂടാതെ 108 ഉപനിഷത്തുണ്ട്, 18 പുരാണമുണ്ട്. അല്ലേ? 4 വേദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇതൊക്കെ നമ്മൾക്ക് പഠിക്കാനുള്ളതാണ്, നമ്മുടെ ശാസ്ത്രങ്ങളാണ്. ആ ശാസ്ത്രങ്ങളിലെല്ലാം കലിയുഗത്തിൽ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ആ ശാസ്ത്രങ്ങളിൽ പലവിധമായ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ആ ശാസ്ത്രങ്ങളിൽ ഇപ്പം നമുക്ക് ചന്ദ്രനിൽ പോകാൻ എന്ത് യജ്ഞം നടത്തണം, സുന്ദരിയായ ഭാര്യ കിട്ടാൻ എന്ത് ചെയ്യണം, നല്ല ഭർത്താവിനെ കിട്ടാൻ എന്ത് ചെയ്യണം, അതുപോലെ നല്ല ഐശ്വര്യമുള്ള കുടുംബം കിട്ടാൻ, നല്ല പുനർജന്മം കിട്ടാൻ, അല്ലേ, അങ്ങനെയുള്ള നല്ല മക്കളെ കിട്ടാൻ, ഇതൊക്കെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് മോക്ഷത്തിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. മോക്ഷം കിട്ടാൻ എന്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ കലിയുഗ ധർമ്മം, കലിയുഗത്തിലെ ഈ ദോഷങ്ങൾ നമ്മൾ എങ്ങനെ അകറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കലിയുഗത്തിലെ ദോഷം നമ്മൾ TV നോക്കിയാൽ അറിയാം. നമ്മൾ കുറച്ച് പേരാണ് സുഖമായിരിക്കണമല്ലോ കലിയുഗത്തിൽ, അതും വേണ്ട പറയാൻ.
നമ്മൾ കുറച്ച് പേരാണ് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നത്. ആലോചിച്ച് നോക്കിയോ കലിയുഗത്തിൽ. കാരണം ഫേസ്ബുക്ക് എടുത്താൽ ആ 32 പേര് ചേർന്നൊരു കുട്ടിയെ കൊന്നത് രാജസ്ഥാനിൽ. ആലോചിച്ച് നോക്കുക, ആ കുട്ടിയുടെയൊക്കെ ഒരു ഭാഗ്യക്കേട് അല്ലേ? അവർക്കൊക്കെ ഒരു ഭാഗ്യം ഉണ്ടോ നോക്ക്. ഇത്രയും പീഡനം അനുഭവിക്കേണ്ടി വന്നില്ലേ? നമ്മുടെ ഭാഗ്യം ആലോചിച്ച് നോക്കുക, നമുക്കൊരു പ്രശ്നവും ഇല്ലാണ്ട് ജീവിക്കണം. അപ്പോൾ അതേപോലെ കുറച്ച് നമ്മളെപ്പോലുള്ള കുറച്ച് പേരെ സൂഹിക്കണമല്ലോ, ബാക്കി എല്ലാവരും കഷ്ടപ്പാടിലാണ്. അപ്പോൾ എന്തത്രയും ദോഷം കലിയുന്നതിന്. കലി കയറിക്കഴിഞ്ഞ് കലിക്ക് 2 വയസ്സായിട്ടുള്ളൂ. അപ്പോഴേക്കും ഇത്രയും ദോഷങ്ങൾ ഈ ലോകത്ത് ഈ ചുറ്റുവട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ TV അടച്ചു വയ്ക്കാൻ തോന്നും. നാമം ജപിക്കാൻ എന്തൊരു സമാധാനം. അത് കഴിഞ്ഞ് ഈ വക ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ എല്ലാ സമാധാനമൊക്കെ പോകും അല്ലേ? അങ്ങനെയാണ് ഈ ലോകത്തിരിക്കണം. അപ്പോൾ ശക്തമാണ് കലിയുടെ ദോഷങ്ങൾ. ശക്തമായ മന്ത്രം തന്നെ വേണം. സാധാരണ ദേവീദേവന്മാർക്ക് കലിയുടെ ബാധയെന്ന് നമ്മളെ രക്ഷിക്കാനുള്ള ശക്തി പോരാ അവർക്ക്. ദേവീദേവന്മാരൊക്കെ നന്മ തരുന്നവരാണ്, നമുക്ക് ഐശ്വര്യമൊക്കെ തരും. പക്ഷേ ഈ കലിയുടെ ദോഷങ്ങൾ തീർക്കാനുള്ള ശക്തി അവരുടെ മന്ത്രങ്ങൾക്ക് പോരാ. കാരണം നമ്മുടെ എതിരാളി ശക്തി കൂടിയ ആളാണ്, കലിയാണ് അല്ലേ? എതിരാളി അത്രയും ശക്തിയാണ്. അമ്മയെ പോലും കാണാൻ മനസ്സിലാക്കാതെ തിരിച്ചറിയാത്ത മക്കളുടെ കാലഘട്ടമാണ്. അച്ഛനെ മക്കൾ അങ്ങനെയൊക്കെ ഉണ്ട്. അച്ഛൻ മക്കളെ ദ്രോഹിക്കണം, അങ്ങനത്തെ കാലഘട്ടമാണെന്ന് വെച്ചാൽ. പണ്ടൊക്കെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ പറഞ്ഞാൽ എന്തൊരു പവിത്രതയാണ്. ആലോചിച്ച് നോക്കൂ. നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ അച്ഛ അല്ലേ അമ്മ എന്നൊക്കെ പറയുമ്പോൾ അത്രയും അവരിൽ പോലും ദുഷ്ടത വരുന്ന കാലഘട്ടമാണ് കലി. അപ്പോൾ കലിക്ക് ദോഷം കൂടുതലാണ്. നമ്മളുടെ ജീവാത്മാക്കളുടെ ശത്രു ബലമുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ബലമുള്ള ആൾ തന്നെ പരമദിവ്യോത്തം പുരുഷൻ, ഏറ്റവും സുപ്രീം അതോറിറ്റി ആയിട്ടുള്ള കൃഷ്ണൻ്റെ നാമം തന്നെ വരണം. മുക്തി തരണം ആ കൃഷ്ണൻ. എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി തരാൻ ആർക്കാ പറ്റുക? ദേവന്മാർക്ക് പറ്റില്ല. നമുക്ക് ചില ഐശ്വര്യങ്ങൾ തരാനേ ദേവന്മാർക്ക് പറ്റുള്ളൂ. പ്രാർത്ഥിച്ച കുറച്ച് നന്മയൊക്കെ ഉണ്ടാക്കി തരുവർ. പക്ഷെ നമുക്ക് ആത്യന്തികമായിട്ടുള്ള സമാധാനവും മുക്തിയും തരാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഗോലോകത്തിലെ കൃഷ്ണൻ്റെ മന്ത്രം തന്നെ ജപിക്കാൻ. അതായത് വിഷ്ണു നാമങ്ങൾ അല്ലേ, ഹരിയുടെ നാമങ്ങൾ. നാരായണ നാമം അത് കുഴപ്പമില്ല. പിന്നെ കൃഷ്ണനാമം. നാരായണ നാമം ചെല്ലിയാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈകുണ്ഠത്തിലാണ് പോവുക. നാരായണ ജപിക്കുന്നവർക്ക് വൈകുണ്ഠവാസമാണ്. നാരായണൻ എവിടുത്തെ ആളറിയോ? വൈകുണ്ഠവാസിയാണ്. കോടിക്കണക്കിന് വൈകുണ്ഠ ലോകങ്ങളിൽ നാരായണ അല്ലെ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, അങ്ങനെ ത്രിവിക്രമൻ, അങ്ങനെ പിന്നെ മറ്റേ നമ്മുടെ രാമൻ ഒക്കെ. അങ്ങനെ രാമൻ ഒരു വൈകുണ്ഠ ലോകമുണ്ട്. അതിൽ സീത, രാമൻ, ലക്ഷ്മണൻ, ഹനുമാനൊക്കെയാണ് ആ ലോകത്ത്. അപ്പം ഇവരെ പൂജിക്കുന്നവർ മുഴുവൻ ആ ലോകത്താണ് പോവുക. ഇനി നരസിംഹ ഭഗവാൻ ഒരു വൈകുണ്ഠ ലോകമുണ്ട്. നരസിംഹമൂർത്തി സദാ പ്രാർത്ഥിക്കുന്നവർ നരസിംഹൻ്റെ വൈകുണ്ഠ ലോകത്ത് പോകും. ഇനി ലക്ഷ്മി വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് ലക്ഷ്മി വരാഹമൂർത്തി ഹെഡായിട്ടുള്ള വൈകുണ്ഠ ലോകത്തേക്ക് പോകും. അങ്ങനെ കോടിക്കണക്കിന് വൈകുണ്ഠ ലോകങ്ങളിൽ ഓരോ നാമത്തിനും നമ്മൾ ചെല്ലണ ഓരോ നാമത്തിനും ഓരോ വൈകുണ്ഠ ലോകമുണ്ട്. കേശവ വിളിച്ച കേശവനൊരു ലോകമുണ്ട്, കേശവലോകം. മാധവ ലോകം. അപ്പം ഈ ലോകങ്ങളൊക്കെ വൈകുണ്ഠ ലോകം. നമ്മൾ എവിടെ പോകണം നമ്മളാ നിശ്ചയിക്കേണ്ടത് അല്ലേ? അപ്പം നമ്മൾ നാരായണ നാമം ഇങ്ങനെ ഓരോ നാമം ജപിക്കും. ഓരോ മൂർത്തിയിൽ നമ്മൾ അറ്റാച്ച്ഡ് ആകുമ്പോൾ ആ മൂർത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈകുണ്ഠ ലോകങ്ങളിൽ നമ്മൾ സ്ഥിരവാസമായിരിക്കും. അവിടെ ഉറപ്പായിട്ടും ഇങ്ങോട്ട് തിരിച്ചു വരണ്ട, സന്തോഷമായിരിക്കും. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഐശ്വര്യഭാവമാണ് വൈകുണ്ഠ ലോകത്തിൽ. മോശമൊന്നുമല്ല. ഐശ്വര്യഭാവം എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മൾ വളരെ ബഹുമാനത്തോടെയാണ് യോ കൃഷ്ണ ഭഗവാനെ എന്നൊക്കെ പണ്ട് നമ്മളങ്ങനെ പ്രാർത്ഥിക്കില്ലേ? ഭയങ്കര ഒരു ഐശ്വര്യഭാവത്തിലായിരിക്കും. അതിൻ്റെ തലസ്ഥാനമാണ് ഗോലോക വൃന്ദാവനം. ഗോലോക വൃന്ദാവനത്തിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വന്തം ഭഗവാന്റെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ്? ഭഗവാൻ നമ്മുടെ വീട്ടിൽ സ്വന്തം മോനായി എങ്ങനെയായിരിക്കും? നമ്മുടെ ഭർത്താവ് ഭഗവാനാണ്. എങ്ങനെയായിരിക്കും നമ്മൾ സ്വാതന്ത്ര്യത്തോടെ നമ്മൾ വന്ന് നമ്മളെ റെസ്പെക്ട് ചെയ്യാവോ വരൂ എന്നൊന്നും പറയില്ല അല്ലേ? ചിലപ്പോൾ ചീത്ത വിളിക്കുക ചെയ്യുക. ഭർത്താവ് കയറി വരുമ്പോൾ നിങ്ങൾ എന്താ നേരം വൈകിയതൊക്കെ അല്ലേ എന്താ വൈകി കണ്ട് ചീത്ത വിളിക്കുക ചെയ്യുക. എന്താ അത്രയ്ക്ക് അധികാരം നമുക്ക് അല്ലേ? ആരോട്? നമ്മുടെ ഭർത്താവിനോട്. നാട്ടുകാരോട് നമ്മൾ അങ്ങനെ പറയാം. അതേ നമ്മുടെ ഭർത്താവ് ചിലപ്പോൾ ഓഫീസിൽ 100 കൂട്ടർ ആൾക്കാരെ റെസ്പെക്ട് ചെയ്യണം അതേ ഭർത്താവിനെ നമ്മളിവിടെ ചീത്ത വിളിക്കുക ചെയ്യുക. എന്താ വെച്ചാൽ നമ്മുടെ അധികാരം അത്രയുണ്ട് അല്ലേ? അത് നമ്മുടെ സ്വന്തം മക്കളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? മക്കളെ ചിലപ്പോൾ ചീത്ത പറയും, ചെവി പിടിക്കും, കൊഞ്ചിക്കും അല്ലേ? അതുപോലെയുള്ള ബന്ധമാണ് ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാനും യശോദ കൃഷ്ണനായിട്ടുള്ള ബന്ധം. എങ്ങനെയാണ്? യശോദയ്ക്ക് ഇത് ഭഗവാനായി എന്നുള്ള തോന്നിയിട്ടേ ഇല്ല അല്ലേ? കെട്ടിയിടലും ചീത്ത പറയലും ഒക്കെയാണ് ചെയ്യുക. അതുപോലെ രാധാറാണിക്ക് ഭഗവാനായിട്ടുള്ള ബന്ധം എന്താ? അത് ഭഗവാൻ റിലേഷൻ എല്ലാവർക്കും ഉള്ളത് അല്ലേ? വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധം. അതുപോലെ ഭാര്യമാർക്ക് രുക്മിണിക്കൊക്കെ സത്യഭാമിക്കൊക്കെ എന്ത് ബന്ധമുള്ളത്? ഭഗവാൻ എൻ്റെ ഭർത്താവാണ് അല്ലേ? ഭർത്താവിന് ചിലപ്പോൾ ചീത്ത പറയും, ചിലപ്പോൾ സ്നേഹിക്കും അല്ലേ? അങ്ങനെയുള്ള ആ ബന്ധമാണ് ക്ലോസ്. അപ്പോൾ ഈ ക്ലോസ് ആയിട്ടുള്ള ബന്ധം നമുക്ക് കിട്ടണമെങ്കിൽ ഗോലോകത്ത് പോകണം. വൈകുണ്ഠത്തിൽ നമുക്ക് നല്ല രസമാണ്. നമുക്ക് ഭഗവാന്റെ അതേ രൂപം കിട്ടുക വൈകുണ്ഠത്തിൽ പോകുമ്പോൾ. നമ്മുടെയും ചെവിയർ നീണ്ട കണ്ണുകളാവും, 4 കൈ ഉണ്ടാവും, നീല കളറായിരിക്കും നമുക്കും വൈകുണ്ഠത്തിൽ. സ്ത്രീകൾക്ക് 4 കൈ ആയിരിക്കും. സ്ത്രീകൾ മുഴുവൻ ഭാഗ്യദേവതയെ പോലെ ആയിരിക്കും. ഐശ്വര്യ ദേവത എങ്ങനെയാണോ വൈകുണ്ഠവാസികൾക്ക് മുഴുവൻ സാരൂപ്യ മുക്തിയാണ്. അതായത് എങ്ങനെയാണോ ഭാഗ്യദേവത അതുപോലെയാണ് എല്ലാ സ്ത്രീകളും. കാണാൻ അതേപോലത്തെ ചന്തമായിരിക്കും. അതുപോലെ തന്നെ കൃഷ്ണന്റെ അതേ രൂപ വിഷ്ണുവിന്റെ അതേ 4 കൈയും നീല കളർ തന്നെ ആയിരിക്കും ആർക്ക്? പുരുഷന്മാർക്കും. പക്ഷെ അവരെല്ലാവരും
നമ്മുടെ മെയിൻ മൂർത്തിയായിട്ടുള്ള വൈകുണ്ഠമൂർത്തി നാരായണനെയാണ് എല്ലാവരും പൂജിക്കുന്നത്. നാരായണ കൗസ്തുഭം ഒക്കെ വേറെയുണ്ട്. അത് ഇവർക്ക് ആർക്കും ഉണ്ടാവില്ല കേട്ടോ. ഭഗവാന്റെ ലോകത്ത് ആൾക്കാരൊക്കെ ഉണ്ട്, ഭഗവാനാന്നേ നമുക്ക് തോന്നുള്ളൂ. അത്ര ചന്തമായിരിക്കും ഇവര്. 4 കുമാരന്മാർ അജാമിള മോക്ഷത്തിൽ 4 ആൾ വന്നില്ലേ, വിഷ്ണു ദൂതന്മാരുടെ ആ കാലും ഭംഗിയും കണ്ടിട്ട് ഈ അജാമിളിൽ നോക്കി ഇത്രയും സൗന്ദര്യമുള്ളവർ എവിടെ നിന്നാണ് വന്നേക്കുന്നത്, കൃഷ്ണൻ തന്നെയാണ് അവര്. അതേപോലത്തെ ചന്താണ്. പക്ഷെ എന്തായാലും അവരെങ്ങനെയാണ് ആരാധിക്കണം വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ ബഹുമാനത്തോടെ വീശിക്കൊടുക്കുക അല്ലേ, ഭഗവാൻ ആരതി തെളിയിക്കുക, വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് അവർ പെരുമാറുക വൈകുണ്ഠത്തിൽ. ഗോലോകത്ത് അങ്ങനല്ലേ, ഈ വൈകുണ്ഠത്തിലെ ഭഗവാൻ എൻ്റെയാണ് എന്നുള്ള ഭാവമാണ് ഗോലോകത്തിൽ. എൻ്റെ മോനാണ്, എൻ്റെ മോനെ ഞാൻ ചെയ്യാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ അല്ലേ, എൻ്റെ ഇഷ്ടത്തിന് കൊഞ്ചിക്കും, ചീത്ത പറയും അല്ലേ, അടുത്ത് കിടത്തും. അങ്ങനെ അവിടെ അങ്ങനെയല്ല, നമ്മൾ ഒരു സാറിൻ്റെ അടുത്തൊന്നും പോയി കിടക്കില്ലല്ലോ, വളരെ വളരെ വിനയായിരിക്കുമല്ലോ. അതാണ് 2 തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ഇതിൽ 2 ഏത് സെലക്ട് ചെയ്യണം നമ്മുടെ ആഗ്രഹമാണ്. നമുക്ക് അങ്ങനെ മതിയെങ്കിൽ അങ്ങനത്തെ മന്ത്രമാണ് ജപിക്കേണ്ടത്. ഗോലോകത്ത് പോയിട്ടുള്ള മാധുര്യമായിട്ടുള്ള ഒരു സ്നേഹമാണ് ഭഗവാന്റെ. ഇതേ ആള് സെയിമാണ് കേട്ടോ. ഈ ഗോലോകമൂർത്തി തന്നെയാണ് വൈകുണ്ഠത്തിൽ ഇരിക്കുന്ന ആള്. പക്ഷെ ആളുടെ ഇത് ഓഫീസാണ്. വൈകുണ്ഠം പറഞ്ഞ ഈ ഗോലോകത്തിലെ കൃഷ്ണന്റെ ഓഫീസാണ് വൈകുണ്ഠ ലോകം. കൃഷ്ണന്റെ വീട് എവിടെയാ? ഗോലോകം. വീട്ടിലെങ്ങനെയാ പെരുമാറുക? അപ്പോൾ കൃഷ്ണന്റെ വീട്ടിലേക്കാണോ പോകേണ്ടത്, ഓഫീസിലേക്കാണോ പോകേണ്ടത്, നമ്മുടെ ഇഷ്ടമാണ്. വീട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗോലോകത്ത് അദ്ദേഹത്തിന് വീട്ടിൽ കൃഷ്ണ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. വൈകുണ്ഠത്തിൽ സാറായിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് അദ്ദേഹം നാരായണ എന്നുള്ള പേരുകളൊക്കെ അറിയപ്പെടുന്നത്. ഇനി ഹനുമാൻ സ്വാമിയുടെ അടുത്ത് എത്ര പറഞ്ഞാലും ഹനുമാൻ സ്വാമി രാമനെ ജപിക്കുള്ളൂ. ഹനുമാൻ സ്വാമി എവിടെയാണ്? വൈകുണ്ഠത്തില് രാമന്റെ ലോകത്താണ്. ശ്രീരാമനും ലക്ഷ്മണനും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാട്ടോ. ഓരോ ഭക്തന്മാർക്ക് എന്താ ഇഷ്ടം അതുപോലെ ചെയ്യാം. ഏത് നാമവും ഭഗവാൻ തന്നെയാണ്, വിഷ്ണുവിന്റെ തന്നെയാണ്. കേശവ എന്ന് വിളിച്ചാലും കൃഷ്ണന്റെ തന്നെയാണ് നാമം അല്ലേ. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഭാവം അവിടെ എന്താണോ അതിലേക്കാണ് നമ്മൾ പോകണം മാത്രം. അപ്പം നമുക്ക് പ്രഭുപാദ് പറഞ്ഞിരിക്കുക, പ്രഭുപാദ് ഗോലോകത്ത് നിന്ന് വന്ന ആളായതുകൊണ്ട് പ്രഭുപാദ് സ്വാമികൾ ഗോലോകത്ത് നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അദ്ദേഹം അവിടെ നിന്ന് വന്ന ഗുരു ആയതുകൊണ്ട് അദ്ദേഹം ഗോലോകത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു പോകാന്നാണ് ഈ പരമ്പര നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കൃഷ്ണന്റെ വീട്ടിലേക്ക് പോകേണ്ട കാര്യമാണ്. ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ വീട്ടിലുള്ള അദ്ദേഹത്തിന്റെ പേര് വിളിക്കണ്ടേ, നല്ല വീട്ടിലേക്ക് പോകുള്ളൂ. ഓഫീസിലെ പേര് വിളിച്ച് ഓഫീസിലേക്കല്ലേ പോകുള്ളൂ അല്ലേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ പറഞ്ഞ രാധാറാണിയാണ്. നമ്മൾ ഹരേ രാമ എന്ന് ആദ്യമുള്ള മന്ത്രം കേട്ടിട്ടുണ്ടാവും. വേദങ്ങളിൽ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം പറഞ്ഞിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. പക്ഷെ അതിനുശേഷം ചൈതന്യ മഹാപ്രഭു വന്നപ്പോൾ അവിടെ സ്മാർത്ത ബ്രാഹ്മൺസ് കുറച്ച് പേരുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് മാത്രമേ ഇത് ചൊല്ലാൻ പാടുള്ളൂ, ബാക്കി ആരും ചൊല്ലരുത് കൊണ്ട് അവർ നിയമങ്ങൾ വെച്ചു. ചൈതന്യ മഹാപ്രഭു പറഞ്ഞാൽ എല്ലാവർക്കും ഈ പ്രേമഭക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ സ്വയം രാധയുടെ രൂപത്തിൽ വന്നിട്ടുള്ളതാണ്. രാധയുടെ ആ ഒരു ഭംഗിയിൽ ചൈതന്യ മഹാപ്രഭു വന്നിട്ടുള്ളതാണ്. അദ്ദേഹം അപ്പോൾ അവിടെ വന്നപ്പോൾ ഇങ്ങനെ കുറേ നിയമങ്ങൾ കണ്ടു. ഒരു വിവരവും ഇല്ലാണ്ട് കുറേ ആൾക്കാർ നാമജപം, അതായത് ബ്രാഹ്മണരുടെ ഉദ്ദേശം തന്നെ എല്ലാവരെയും ഉദ്ധരിക്കാനാണ് ഈ ബ്രാഹ്മണർ പറഞ്ഞത്. അവർക്ക് സ്വയം നേടാനല്ല, താഴെയുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ ഉദ്ധരിക്കാനായിട്ട് വിധിക്കപ്പെട്ടവരാണ് ബ്രാഹ്മണർ. അവർ നമ്മുടെ അധ്യാപകരാണ്, അവർ നമ്മളെ പഠിപ്പിച്ച് ഉയർത്തേണ്ട ആൾക്കാർ. അവരെന്ത് ചെയ്തു? ഇത് വേറെ ആർക്കും കൊടുക്കാതെ ഞങ്ങളുടെ മാത്രം അവകാശമാണ്. അത് എല്ലാവരും എല്ലായിട്ടും ഉദ്ദേശിക്കുന്നത്, നല്ല ആളുകളും എല്ലാത്തിലും ഉണ്ട്. പക്ഷെ അവർ കുറച്ച് സ്മാർത്ത ബ്രാഹ്മൺസ് അന്ന് 500 വർഷം മുമ്പ് ഉണ്ടായിരുന്നവർ ഈ മന്ത്രം മറ്റുള്ളവരെ ജപിക്കാൻ സമ്മതിക്കില്ല. ഇത് ഞങ്ങൾക്ക് മാത്രം ചൊല്ലേണ്ടതാണ്, വേദമന്ത്രങ്ങളാണ്, വേദങ്ങൾ മറ്റുള്ളവർ ചൊല്ലാൻ പാടില്ല, വേദത്തിൽ പറഞ്ഞത് ശൂദ്രൻ ചൊല്ലാൻ പാടില്ല, അങ്ങനെയൊക്കെ നിയമം വന്നപ്പോൾ കലിയുഗത്തിൽ എല്ലാവരും ഒരേ സ്വഭാവമാണെന്ന് ഭഗവാൻ അറിയാം. കലിയുഗത്തിൽ ജന്മന അല്ലെ എല്ലാവരും തന്നെ ശൂദ്ര സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വേർതിരിക്കാനൊന്നുമില്ല. കലിയുഗത്തിലുള്ളത് തന്നെ ശൂദ്രരാണ് സ്വഭാവത്തിൽ. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞു എല്ലാവർക്കും മന്ത്രം ചൊല്ലാം. പക്ഷെ ഇവർ തടസ്സം നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലണം, ഹരേ രാമ ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സ്ത്രീകൾക്കൊന്നും മന്ത്രം ജപിക്കാൻ പാടില്ല എന്നാണ് അന്നത്തെ നിയമം. 500 വർഷം മുമ്പൊക്കെയുള്ള നിയമം. സ്ത്രീകൾ പറഞ്ഞാൽ ഏറ്റവും സാധാരണ അടി കിടക്കുന്ന ആൾക്കാരാണെന്നുള്ളതാണ്. സ്ത്രീ ശൂദ്രര് കുട്ടികളൊക്കെ ഒരുതരം താഴ്ന്ന രീതിയിലാണ് കണ്ടിരുന്നത് സ്ത്രീകളെയൊക്കെ. പക്ഷെ ചൈതന്യ മഹാപ്രഭു വന്നപ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ജപിക്കാൻ അല്ലേ ഉള്ള അവസരം. കാരണം കലിയുഗമാണ്, മുക്തി കിട്ടേണ്ട കാലഘട്ടമാണ് ഈ കലിയുഗം എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് പിന്നെ സത്യവും വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഇതിനു മുമ്പ് പോകാനുള്ളവർക്കൊക്കെ പോകണം, വൈകുണ്ഠത്തിലും ഗോലോകത്തിലും പോകാനുള്ളവർക്കൊക്കെ പോകേണ്ട ഈ സന്ധിയാണ് വരാൻ പോണത് അല്ലേ. അപ്പോൾ ഇതിൽ എല്ലാവർക്കും ഒരു ഭേദവും ഇല്ലാതെ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഒരു ഭേദമില്ല, സ്ത്രീ ഒന്നും ഭേദമില്ലാതെ എല്ലാവർക്കും നാമം ജപിക്കാനുള്ള അവകാശമാണ് ഈ മന്ത്രത്തിലൂടെ അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും ഉദ്ദേശം ഹരേ രാമ ചൊല്ലിയാലും ഗോലോകത്ത് തന്നെ പോവുക, ഹരേ കൃഷ്ണ ചൊല്ലിയാലും ഗോലോകത്ത് തന്നെ പോവുക. അവരുടെ സമാധാനത്തിന് വേണ്ടി ഇത് ചെയ്താണ് അല്ലേ. അദ്ദേഹം ഹരേ കൃഷ്ണ മുമ്പ് ഇട്ടു, അത്രയേ ഉള്ളൂ. ഹരേ പറഞ്ഞ രാധയും കൃഷ്ണ പറഞ്ഞ കൃഷ്ണനുമാണ്. രാധയും കൃഷ്ണനാണ് ഈ ഉദ്ദേശം.
ഹരേ പറഞ്ഞ വേറെ ആരുമല്ല. അപ്പൊ ഹരേ രാമ എന്ന് തുടങ്ങിയാൽ എന്താ? രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിപ്പിക്കുന്നവൻ എന്നർത്ഥം, രമിപ്പിക്കുന്നവൻ. അല്ലയോ കൃഷ്ണ, ഈ അർത്ഥം എന്താണ്? കൃഷ്ണ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആകർഷിക്കുന്നവൻ, എല്ലാവരെയും ആകർഷിക്കുന്ന കൃഷ്ണ, എല്ലാവരെയും രമിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ഭഗവാനെ, അല്ലേ? എന്നിട്ട് എന്താണ് നമ്മൾ വിളിക്കുന്നത്? ഹരേ കൃഷ്ണ, ഹരേ അല്ലയോ രാധാറാണി, അവിടുത്തെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന അവിടുത്തെ കാന്തൻ, അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഹരേ രാമ, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ആ ഭഗവാൻ, ദയവായി എന്നെ അങ്ങയുടെ ആ ദിവ്യമായ സേവനത്തിൽ എന്നെ ഉൾപ്പെടുത്തൂ എന്ന് പ്രാർത്ഥിക്കുക. എന്നെ ഈ ഭൗതികതയിൽ നിന്ന് മാറ്റിയിട്ട് അവിടുത്തെ ഭക്തനാക്കൂ, അവിടുത്തെ ദിവ്യ സേവനത്തിൽ എന്നെ ഏർപ്പെടുത്തൂ എന്നാണ് ഈ മന്ത്രം നമ്മൾ ജപിക്കണത്, അല്ലേ? അതാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്താ? അല്ലയോ രാധാറാണി, അല്ലയോ കൃഷ്ണ, അല്ലേ? ദയവായി എന്നെ ഭൗതികതയിൽ പെടുത്താതെ അവിടുത്തെ ദിവ്യ സേവനത്തിൽ എന്നെ ഏർപ്പെടുത്തു, എന്നെ ഇവിടെ നിന്ന് ഉയർത്തൂ, അപ്ലിഫ്റ്റ് ചെയ്യൂ, എന്നിട്ട് എവിടേക്ക് ആക്കണം? നിന്റെ ഭക്തന്മാരുടെ ഗണത്തിൽ എന്നെ പെടുത്തൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ജപിക്കുമ്പോൾ നമുക്ക് എന്താണ്? ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിൽ തന്നെ പോകാൻ പറ്റും, ഭഗവാന്റെ ക്ലോസ് ആയിട്ട് പോകാൻ പറ്റും. ഭഗവാൻ തന്നെയാണ് വിഷ്ണു, ഭഗവാൻ തന്നെയാണ് നാരായണൻ, ഒരു വ്യത്യാസം ഇവരില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ഉള്ള വ്യത്യാസമാണ്. വീട്ടിലിരിക്കുമ്പോൾ ഡ്രസ്സൊക്കെ മാറി അദ്ദേഹം വേറെ നോർമൽ ഡ്രസ്സ് ഇട്ടിരിക്കും. ഓഫീസിലേക്ക് വരിക്കുമ്പോൾ ഓഫീസ് സെറ്റപ്പിൽ, അല്ലേ, ചക്ര ഗദാ പത്മധാരിയൊക്കെ ആയിട്ട് ഇങ്ങനെ വൈകുണ്ഠത്തിന് ഡ്രസ്സായിട്ട് ഇരിക്കും, അല്ലേ? അത് അദ്ദേഹത്തിന്റെ സ്റ്റൈലാണ്, ഓഫീസ് സെറ്റപ്പാണ്. വീട്ടിലൊക്കെ ഈ സ്റ്റൈലിൽ ഇരിക്കില്ലല്ലോ ആരും വന്നിട്ട്, കോട്ടൊക്കെ ഇട്ടിരിക്കില്ലല്ലോ, വീട്ടിലതൊക്കെ മാറ്റി പയ്യനിട്ടിരിക്കില്ലേ? അതേപോലെ ഇതേ ഓഫീസിലെ ആള് ഗോലോകത്ത് വന്നിട്ട് നല്ല സിമ്പിളായിട്ട് അമ്മയോട് വഴക്കൂടലും, അല്ലേ, ഭാര്യയോട് കളിക്കലും, അല്ലേ? രാധാറാണിയൊക്കെ എന്താ ചെയ്യുക? ഇവരായിട്ട് അടിപിടി കൂടുതലാണ് നിത്യം പണി, അല്ലേ? എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ തോണിയിലൊക്കെ ഒരുമിച്ച് പോകും, ചിലപ്പോൾ ഭഗവാൻ അങ്ങോട്ട് ഉന്തിയിടും വെള്ളത്തിലേക്ക്, രാധേനെ അങ്ങോട്ടും ചെയ്യും. അത്രയ്ക്കും ക്ലോസ് അല്ലേ ഇവര് വീട്ടിൽ, അല്ലേ? വീട്ടിൽ അതേ ഭഗവാൻ ഇവിടെ മറ്റു ഭക്തന്മാർ സമ്മതിക്കും, ഷൂ എന്താ ഈ കൃഷ്ണൻ ഇവർ ചെയ്യണേ വിചാരിക്കും, അല്ലേ? അതാണ് ഈ തമ്മിലുള്ള വ്യത്യാസം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഏത് നാമം ജപിച്ചാലും അതേ ആളെയാണ് നമ്മൾ ജപിക്കണം. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റാറ്റസ് ഉണ്ട്, ഓരോ ആത്മാവിന് ഇങ്ങോട്ട് പോകണം, അല്ലേ? എന്താണ് ബന്ധം? ആ ബന്ധനെ നമുക്ക് ജപിക്കാനും തോന്നുള്ളൂ കേട്ടോ. കൃഷ്ണനായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവും, ആ ബന്ധം അനുസരിച്ചുള്ള നാമേ നമ്മുടെ വായിൽ വരുള്ളൂ, അതിനോട് അട്രാക്ഷൻ വരുള്ളൂ. അപ്പം നിങ്ങളെ ഇങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഗോലോകത്തേക്ക് പോകാനാ തോന്നുന്നുണ്ട്, ഈ ഒരു ക്ലാസ്സിലേക്ക് വരാൻ ഭഗവാൻ സെലക്ട് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഇത് കേൾക്കാനൊരു യോഗം വരണല്ലോ. അപ്പോൾ നമുക്ക് ജപിക്കാം. എന്താണ് ജപിക്കുന്നത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജപിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഉറങ്ങും, വേണ്ടാത്തൊക്കെ ചിന്ത വരിക ജപിക്കുമ്പോഴാണ്. അതുവരെ നമ്മൾ നല്ല ചിന്തയിലായിരിക്കും. എപ്പം മാലെടുത്ത് ജപിക്കാൻ തുടങ്ങുമ്പോൾ ലോകത്തുള്ള സകല വേണ്ടാത്ത നമുക്ക് കയറി വരും, അല്ലേ? ഉറക്കവും വരും. ഇത് സ്വാഭാവികമാണ്, നമ്മൾ മനസ്സിന്റെ ഇതാണ്. അതിനെ ശരിയാക്കാൻ നമ്മൾ ചെയ്യണം. അപ്പൊ ഈ അപരാധങ്ങളിൽ രക്ഷപ്പെടാനായിട്ട് നമ്മൾ പഞ്ചതത്വ മന്ത്ര എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രമുണ്ട്. അതായത് നമുക്ക് ഈ കലിയുഗത്തിൽ ഇതൊക്കെ പ്രചരിപ്പിച്ച് തന്ന പഞ്ചതത്വമായിട്ട് വന്നിട്ടുണ്ട്. കൃഷ്ണനും ബലരാമനും നാരദമുനിയും രാധാറാണിയും ഒക്കെ കൂടിയിട്ടാണ് പഞ്ചതത്വമായിട്ട് വന്നിരിക്കുന്നത്. ഇവർ ആണുങ്ങളുടെ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായിട്ട്, ബലരാമൻ നിത്യാനന്ദനായിട്ട്, പിന്നെ രാധാറാണി ഗദാധര പണ്ഡിറ്റായിട്ട്, പിന്നെ ശ്രീവാസ പണ്ഡിറ്റായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ നാരദ മഹർഷി, പിന്നെ ആരാണ്? വിഷ്ണുവിൻ്റെയും ശിവന്റെയും മിശ്രിത ഒരു അവതാരമായിട്ടുള്ള അദ്വൈതാചാര്യർ. ഇവർ 5 പേരാണ് പഞ്ചതത്വ. ഇവരാണ് വന്നിട്ട് 500 വർഷം മുമ്പ് ബംഗാളിൽ വന്നിട്ടാണ് ഇവർ ആ നവദ്വീപിൽ ജനിച്ച് വളർന്ന് അവിടെ മുഴുവൻ ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിച്ചു. ഓരോ വീട്ടിലും കയറി നാമം ജപിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യണം ഓരോരുത്തർ. ഈ 5 ആൾ ഇവർ നമ്മുടെ ഗുരു തുല്യരാണ് ഇവർ. അപ്പം നമ്മൾ ഈ ഉറങ്ങിയാലും വേണ്ടാത്ത ചിന്തിച്ചാലും അപരാധമൊക്കെ ഈ ഗുരുക്കന്മാരെ നാമം ആദ്യം ചൊല്ലിയിട്ട് ജപിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? നമുക്ക് ആ പാപം ഒന്നും വരില്ല. കാരണം നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ അച്ഛൻ തല്ലാൻ വരുമ്പോൾ അമ്മ തടസ്സം ചെയ്യുമല്ലോ. അതുപോലെ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ എന്തെങ്കിലും അപരാധം വരാനുണ്ടെങ്കിൽ ഈ പഞ്ചതത്വ മന്ത്രം ആദ്യം ജപിച്ച് വെച്ചിട്ട് നമ്മൾ നാമം ജപിക്കും. നമുക്ക് ഉണ്ടാവണ എല്ലാ ദോഷവും, നമ്മൾ ചിന്തിക്കുന്ന വേണ്ടാത്തതും പരദോഷവും എന്തുണ്ടെങ്കിലും അത് മുഴുവൻ ഇവർ അങ്ങോട്ട് കയറാൻ സമ്മതിക്കില്ല. ഇവരത് ദോഷം വരാതിരിക്കാൻ ഇവർ തടഞ്ഞു നിൽക്കും നമ്മളുടെ. അതുകൊണ്ട് നമ്മൾ നാമം ജപിക്കുന്നതിന് മുമ്പ് ഈ പഞ്ചതത്വ മന്ത്രം ആദ്യം ജപിക്കാം. എന്താണ്? ജയ ശ്രീകൃഷ്ണ ചൈതന്യ, അറിയല്ലേ? ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ. ശ്രീകൃഷ്ണ ചൈതന്യമാണ് ചൈതന്യ മഹാപ്രഭു. പ്രഭു നിത്യാനന്ദ ആരാണ്? ബലരാമൻ. ശ്രീ അദ്വൈതാചാര്യ, അതാണ് ശിവന്റെയും വിഷ്ണുവിന്റെയും മിശ്രിത അവതാരം. ഗദാധര എന്ന് പറഞ്ഞാൽ നമ്മുടെ രാധാറാണിയുടെ അവതാരമാണ്. പിന്നെ ശ്രീവാസ എന്നാൽ നാരദ മഹർഷിയുടെ അവതാരം. ഈ 5 പേരാണ് ഈ ഗൂഢ ഭക്തരുടെ രൂപത്തിൽ വന്ന് ജനിച്ചിട്ട് ഇത് പ്രചരിപ്പിച്ചത്. അപ്പം 5 പേര് നമ്മുടെ ഗുരുസ്ഥാനത്താണ്. അപ്പോൾ ഇവർ 5 പേരുടെ മന്ത്രം നമ്മൾ 3 തവണ ജപിക്കുക. എന്നിട്ട് 108 തവണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ഈ മന്ത്രം ജപിക്കുക. അപ്പോൾ 108 തവണ ജപിക്കുമ്പോൾ ഒരു മാലയാവും.
അങ്ങനെ എത്ര മാല നമുക്ക് ജപിക്കാൻ പറ്റുമോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജപിക്കാം. മിനിമം 1 തുടങ്ങാം. പിന്നെ സന്ധ്യയ്ക്ക് 1, രാവിലെ 1 പിന്നെ നമുക്ക് തന്നെ രുചി വരുമ്പോൾ നമുക്ക് കൂട്ടി ജപിക്കാൻ തോന്നും അല്ലേ. ഒരു 6 മാസം കഴിയുമ്പോൾ 2 മാല ജപിക്കാൻ തോന്നും. അങ്ങനെ കൂടി എത്ര വേണമെങ്കിൽ ജപിക്കാം. നമ്മളിപ്പോൾ മന്ത്രദീക്ഷ എടുത്തവർ മിനിമം 16 മാല അങ്ങനെ ജപിക്കണം എന്നാണ് നിയമം ഒരു ദിവസം. ഇപ്പം നിങ്ങൾക്ക് നിയമമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് തുടങ്ങി ജപിക്കാം. എന്നിട്ട് സ്വയം തോന്നുമല്ലോ, നമുക്ക് തന്നെ ജപിക്കുമ്പോൾ അതിൻ്റെ സുഖം ഇതൊക്കെ നമുക്ക് തന്നെ അറിയും. ടേസ്റ്റ് വരുമ്പോൾ നമ്മൾ ജപം കൂട്ടിക്കോളും. അപ്പം കലിയുഗത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ ഗീത വായിക്കുക, അമ്പലത്തിൽ വരുന്നുണ്ട്, പിന്നെ ഗീത വായിക്കുന്നുണ്ട്, നാമം ജപിക്കാം. നാമം ജപിക്കുന്നതിന് ഒരു നിയമവും ഇല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കുളിച്ചിട്ടില്ല പ്രശ്നമില്ല, മെൻസസ് ആണ് പ്രശ്നമില്ല, ആരെങ്കിലും മരിച്ചു നമുക്ക് പേലയുണ്ട്, അതൊന്നും നാമം ജപിക്കുന്നതിന് പ്രശ്നമില്ല. നമുക്ക് കേട്ടില്ലേ, ഋതുവായ പെണ്ണിന് മിരപ്പെണ്ണ് ദാഹകൻ എന്നല്ലേ, അങ്ങനെ അതായത് അത് ഏത് പേർക്ക് ആർക്ക് വേണമെങ്കിൽ നാമം ജപിക്കും. നമുക്ക് അമ്പലത്തിൽ പക്ഷെ നമുക്ക് എല്ലാവർക്കും വരാൻ പറ്റില്ല, പൂജ എപ്പോഴും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നാമം ജപിക്കാൻ ഇതിനൊന്നും പ്രശ്നമില്ല. ഈവൻ ടോയ്ലറ്റിൽ പോയിരിക്കുമ്പോൾ നാമം ജപിക്കുന്ന അവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ ജപിച്ച് മരിക്കണ്ടേ. എപ്പോഴും നമ്മുടെ മരണം നമുക്കറിയില്ലല്ലോ, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് മരിക്കുക, പാമ്പ് കടിച്ചിട്ടാണോ മരിക്കുക അല്ലേ, ആശുപത്രി വെച്ചിട്ടാണോ, അതെ ടോയ്ലറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് തളർന്നു വീണ്ടാണോ മരിക്കുക, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ നാമം എവിടെ ഇരുന്ന് വേണമെങ്കിൽ ജപിക്കാം. ഇതിനൊരു നിയമമില്ല, പേടിക്കണ്ട. അർദ്ധരാത്രി ഇരുന്നിട്ട് പെട്ടെന്ന് ഉറങ്ങി ഒരു ദുസ്വപ്നം കണ്ടു എണീറ്റു, നമുക്ക് അവിടെ ഇരുന്ന് നാമം ജപിക്കാം. ഇപ്പോൾ രാത്രി 12 മണി ജപിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പല്ലേച്ചില്ല, അതൊന്നും പ്രശ്നമില്ല, നാമം ജപിക്കാം. മനസ്സിലായി? നാമജപത്തിനൊരു പ്രോബ്ലം ഇല്ല. നമ്മൾ ജപിക്കണം, 108 തവണ ജപിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നിർത്തല്ലേ, സമയമില്ലേ? 10:38. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എനിക്ക് ഈ അവസരം തന്ന ഭഗവാന്റെ അനുഗ്രഹമാണ്, പിന്നെ ഈ ഭക്തന്മാരുടെ ആഗ്രഹം. എനിക്ക് വലിയ സന്തോഷം അല്ലേ, ഇത് നമുക്ക് പറയുമ്പോൾ ഒരു സന്തോഷം കണ്ട എത്ര പറഞ്ഞാലും മതിയാവില്ല. ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആനന്ദമാണ്. അപ്പം അതിനൊരു ചാൻസ് നമ്മുടെ ഈ കൃഷ്ണനാ തന്നത് അല്ലേ. ആ ഭഗവാനോടാണ് ആദ്യം നന്ദി പറയണത്, പിന്നെ ഭക്തരോടും. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ.